ക്രിസ്റ്റോഫ് ഗാൻസ് സംവിധാനം ചെയ്ത് 2006 ഇറങ്ങിയ ഒരു കാനഡ, ഫ്രാൻസ്, ജപ്പാൻ, അമേരിക്കൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് സൈലന്റ് ഹിൽ. അനാഥാശ്രമത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത നായിക മകളെപ്പോലെ വളർത്താൻ തുടങ്ങിയെങ്കിലും ആ പെൺകുട്ടിക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടാവുന്നു. ഉറക്കത്ത് എഴുന്നേറ്റ് നടക്കലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കലും ഇടയ്ക്കിടയ്ക്ക് സൈലന്റ് ഹിൽ എന്ന് ഏതോ ഒരു മലയുടെ പേര് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അമാനുഷികമായ കുറേ ചിത്രങ്ങളൊക്കെ വരക്കാനും തുടങ്ങി. നായികയ്ക്ക് തൻ്റെ മകൾക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് സൈലന്റ് ഹിൽ എവിടെയാ എന്ന് അന്വേഷിച്ച് അവിടെ പോയാൽ മകളുടെ പ്രശ്നങ്ങൾ എല്ലാം തീരും എന്ന് വിശ്വസിച്ച് സൈലന്റ് ഹില്ലിലേക്ക് മകളെയും കൂട്ടി പോവുകയാണ്. എന്നാൽ അതൊരു നരകം പോലെ ശപിക്കപ്പെട്ട ഒരു കൊടൂര സ്ഥലമായിരുന്നു. പിന്നീട് മകൾക്ക് എന്തു പറ്റി, നായികയ്ക്ക് എന്തു പറ്റി, എന്താണ് ആ സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം, മകൾക്കും സൈലന്റ് ഹില്ലിനും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ നമ്മളെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും കോരിത്തെറിപ്പിച്ചും ഭയത്തിൻ്റെ മുൾമുനയിൽ ഇരുത്തുന്ന ഒരു ചിത്രമാണിത്. അതുകൊണ്ട് പേടിച്ച് മുള്ളുന്ന ഇച്ചുമുള്ളി അധോലോകം ടീംസ് ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ മാറി നിന്നോളൂ. കാരണം ഇത് കര വേറെയാണ്. ഇനി ഇതൊക്കെ എന്ത്, ഇതിനപ്പുറം കണ്ടിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ മനോഭാവം എങ്കിൽ വരൂ, അതിന് മാത്രം ഇതിലെന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അർദ്ധരാത്രി റോസ് എന്ന പെണ്ണിനെ കാണാം. പതറി നിൽക്കുന്നതിന് കാരണം മകളെ കാണാനില്ല. മകൾ എവിടേക്ക് ഇറങ്ങിപ്പോയി എന്നറിയാതെ റോസും ഹസ്ബൻഡും കാട്ടിലൂടെ മകളെ തിരഞ്ഞ് നടക്കാൻ തുടങ്ങി. അവിടെ ഒരു വികൃതമായ പാലം, അതിനടിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. ഇനി വെള്ളത്തിലിറങ്ങി പോയിട്ടുണ്ടാകുമോ എന്ന് കരുതി ആ തോട്ടിലൂടെ നടന്നു പോയപ്പോൾ അതിൻ്റെ അവസാനം വലിയ ഒരു കൊക്ക പോലെയുണ്ട്, വലിയൊരു കുഴി. എന്നാൽ നോക്കിയാൽ റോസിൻ്റെ മകൾ ഷാരോൺ നിൽക്കുന്നത് അടുത്തുള്ള ഒരു വലിയ മലയുടെ മുകളിലാണ്. എന്നാൽ അവൾ ബോധത്തോടെയല്ല ഉള്ളത്. പെട്ടെന്ന് അവളുടെ കണ്ണിന് നരകം പോലെയുള്ള ഒരു സ്ഥലത്തു നിന്നും ഒരു പെൺകുട്ടി വിളിക്കുന്ന പോലെ വിഷ്വലൊക്കെ വരികയും ഷാരോൺ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വച്ച് ആ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീഴാറായപ്പോൾ തന്നെ അമ്മ റോസ് ഓടിച്ചാടി പിടിച്ച് ഷാരോണിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും ഷാരോൺ അടങ്ങി നിൽക്കുന്നതേ ഇല്ല. എന്നെ വിട്, എനിക്ക് വീട്ടിലേക്ക് പോകണം, എനിക്ക് സൈലന്റ് ഹില്ലിലേക്ക് പോകണം, സൈലന്റ് ഹിൽ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ കണ്ടില്ലേ മനുഷ്യ, നമ്മുടെ മകൾ സൈലന്റ് ഹിൽ എന്ന സ്ഥലത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടി വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ഹാരി സമാധാനപ്പെടുത്തുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം റോസും മകൾ ഷാരോണും മരത്തിനടിയിൽ ഇരുന്ന് സല്ലപിക്കുമ്പോൾ ഷാരോൺ ആണെങ്കിൽ അവൾക്ക് കണ്ട കാര്യങ്ങളൊക്കെ ചിത്രം വരക്കാറുണ്ട്. അതൊക്കെ റോസ് നോക്കി പ്രോത്സാഹിപ്പിച്ച്, മോളെ നമ്മളിപ്പോൾ എവിടെ പോകുന്നതാണെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അമ്മേ എന്ന് ഷാരോൺ പറയുകയാണ്. എടേ, നീ ഇടയ്ക്കിടയ്ക്ക് സൈലന്റ് ഹിൽ എന്ന് പറയാറില്ലേ, അതെവിടെയാണെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ സൈലന്റ് ഹില്ലോ, അതെവിടെയാ, ഞാനെപ്പോഴാ പറഞ്ഞത് എന്ന് ഷാരോൺ ഒന്നും അറിയാത്തവളെ പോലെ പറയുകയാണ്. ശരി മോളെ, നമ്മളിപ്പോൾ പോകുന്നത് സൈലന്റ് ഹിൽ എന്ന് നീ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ പറയുന്ന ആ സ്ഥലത്തേക്കാണ്. അവിടെ എത്തുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പറയണേ എന്നൊക്കെ റോസ് പറഞ്ഞ് മകളെയും കൂട്ടി നേരെ സൈലന്റ് ഹില്ലിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇതേ നേരം ഭാര്യയെയും മകളെയും കാണാത്തതിനാൽ ഹാരി കലിപ്പിൽ റോസിനെ വിളിച്ചു കൊണ്ടിരുന്നെങ്കിലും കോൾ റീച്ച് ആവുന്നതേ ഇല്ല. അന്നേരമാണ് ഹാരി അവിടെ ഒരു കാര്യം കാണുന്നത്. ലാപ്ടോപ്പിൽ സൈലന്റ് ഹില്ലിനെ കുറിച്ച് സെർച്ച് ചെയ്ത് ആ ശപിക്കപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് സെർച്ച് ചെയ്ത് വെച്ച കാര്യങ്ങൾ കാണുമ്പോൾ ഹാരിക്ക് കാര്യം പിടികിട്ടി. റോസ് ഷാരോണിനെയും കൂട്ടി സൈലന്റ് ഹില്ലിൽ പോയിട്ടുണ്ട് എന്ന്. അങ്ങനെ നേരം ഇരുട്ടിയപ്പോൾ റോസ് ഒരു സ്ഥലത്ത് കാറിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാരോൺ വരച്ച ഡ്രോയിങ്സ് കണ്ണിൽ പെടുകയും അതെടുത്ത് നോക്കുമ്പോൾ അതിൽ നരകത്തിൽ കൊടൂര പ്രേതങ്ങൾ, പിശാചുകൾ ഒക്കെ കൊലവറയിൽ നിന്നിട്ടുള്ള പോലത്തെ ചിത്രങ്ങളൊക്കെയാണ് ഷാരോൺ വരച്ചിരിക്കുന്നത്. മോളെ, ഇതൊക്കെ നീ തന്നെയാണോ വരച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അമ്മേ, ഇത് ഞാൻ വരച്ചതൊന്നുമല്ല, ഇങ്ങനെ വരച്ചത് എനിക്ക് ഓർമ്മ പോലുമില്ല എന്നവൾ പറയുകയാണ്. ശരി മോളെ, സാരമില്ല എന്ന് പറഞ്ഞ് വിഷയം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഞാനല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും അമ്മേ ആ ചിത്രം വരച്ചത്, പറ അമ്മേ പറ എന്ന് പറഞ്ഞ് ഷാരോൺ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്ന ഒരു ലേഡി പോലീസിനെ കാണാം. സാരമില്ല മോളെ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, നീ കാറിൽ കയറി ഇരിക്ക്, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് റോസ് നേരെ കടയിൽ പോവുകയും പുറത്ത് ഷാരോൺ കാറിൽ ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ നിരീക്ഷിച്ച പോലീസ് ഇനി ആ പെൺകുട്ടിയെ ആ സ്ത്രീ കടത്തിക്കൊണ്ടു പോകുന്നതായിരിക്കോ എന്ന് കരുതി പോലീസ് നേരെ ഷാരോണിന്റെ അടുത്തേക്ക് പോയി സംസാരിക്കാൻ നോക്കുമ്പോൾ സോറി, ഞാൻ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞ് ഷാരോൺ കാറിന്റെ വിൻഡോ പൊക്കി ക്ലോസ് ചെയ്യുകയാണ്. ഇതേ നേരം കടയിൽ കയറിയ റോസ് ഈ സൈലന്റ് ഹില്ലിലേക്ക് പോകാനുള്ള വഴി ഏതാ എന്ന് ചോദിക്കുമ്പോൾ ആ സെയിൽസ് ഗേൾ, നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നത് മാഡം,
എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനാ എന്ന് റോസ് പറഞ്ഞെങ്കിലും സെയിൽസ് ഗേൾ സൈലന്റ് ഹില്ലിലേക്ക് നല്ല വഴിയൊന്നുമില്ല, അവിടെ ആരും പോകാറില്ല, റോഡൊക്കെ പഴകി കിടക്കുകയാ, വാങ്ങിച്ച സാധനത്തിന്റെ ബില്ലടക്കം മേഡം എന്ന് പറയുകയാണ്. എന്നാൽ റോസ് ബില്ലടക്കാൻ കാർഡ് കൊടുത്തപ്പോൾ ആ കാർഡ് ബ്ലോക്കാണ്. നേരെ ഹാരിയെ വിളിച്ച് ഏയ് മനുഷ്യ, ഞാൻ സൈലന്റ് ഹില്ലിലേക്ക് പോകുന്നത് കൊണ്ടാണോ കാർഡ് ബ്ലോക്ക് ചെയ്തത്? എങ്ങനെയായിന് ഞാൻ പെട്രോൾ അടിക്കുന്നത്? നിങ്ങൾ എന്ത് ബ്ലോക്ക് ചെയ്താലും ഞാൻ സൈലന്റ് ഹില്ലിലേക്ക് പോകാതെ തിരിച്ചു വരില്ല. എടി ബഗടത്തി, നമ്മുടെ മകൾക്ക് കുറച്ച് മാനസികമായി ശരിയില്ല, അതിന് നീ ആ ശപിക്കപ്പെട്ട നാട്ടിലേക്ക് എന്തിനാ അവളെ കൊണ്ടുപോകുന്നത്? ഹോസ്പിറ്റലിൽ അല്ലേ കൊണ്ടുപോകേണ്ടത്? മര്യാദയ്ക്ക് അവളെയും കൂട്ടി തിരിച്ചു വാ. മനുഷ്യ, നമ്മൾ അവൾക്ക് എത്ര ട്രീറ്റ്മെൻ്റാണ് കൊടുത്തത്? ഒരു ഗുണവും മണവും ഉണ്ടായില്ലല്ലോ. പ്രശ്നം കൂടി വന്നതല്ലേ. പിന്നെ ഒരു കാര്യം, ഞാൻ നമ്മുടെ മകളെ ദത്തെടുത്ത സ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ചു. വെസ്റ്റ് വെർജിനിയാണ് ഷാരോൺ ജനിച്ച സ്ഥലം. മറ്റൊരു കാര്യം, ആ സ്ഥലത്ത് തന്നെയാണ് സൈലന്റ് ഹില്ല് എന്ന പ്ലേസ്. അതിനാൽ ആ സ്ഥലവും നമ്മുടെ മകളുമായി എന്തോ ഒരു ബന്ധം ഉണ്ടാകും. അത് കണ്ടുപിടിച്ചാലേ ഷാരോണിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. അതിനാ ഞാൻ അവളെയും കൂട്ടി പോകുന്നത്. സോ ദയവ് ചെയ്ത് നിങ്ങൾ തടസ്സം നിൽക്കല്ലേ മനുഷ്യ എന്ന് പറഞ്ഞ് റോസ് ഫോൺ കട്ട് ചെയ്ത് ആ സ്ഥലം വിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. യഥാർത്ഥത്തിൽ ഷാരോൺ റോസിന്റെയും ഹാരിയുടെയും മകളല്ല. ഒരു ആശ്രമത്തിൽ നിന്നും രണ്ടുപേരും ഷാരോണിനെ ദത്തെടുത്തതാണ്. എന്നാൽ ഷാരോണിന് ചില മാനസിക പ്രശ്നം ഉള്ളതുപോലെയാണ്. രാത്രി ഉറക്കത്ത് എഴുന്നേറ്റ് വ്യത്യസ്തമായി ബോധം ഇല്ലാത്ത അവസ്ഥയിൽ പെരുമാറും. സൈലന്റ് ഹില്ലിൽ പോകണം എന്നൊക്കെ പിറുപിറുക്കുന്നുണ്ട്. എന്നാൽ അവൾ ഉണർന്നു കഴിയുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചാൽ അവൾക്ക് പോലും അത് എവിടെയാണെന്നും അങ്ങനെ ഒരു സ്ഥലം ഉള്ളതായും പറഞ്ഞതായും ഒന്നും ഓർമ്മയിൽ വരില്ല. അങ്ങനെ റോസ് ഷാരോണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അന്വേഷിച്ച് അവളുടെ ജന്മസ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ആ സ്ഥലത്തേക്ക് പോയാലേ മകളുടെ പ്രശ്നമെല്ലാം തീർക്കാൻ കഴിയൂ എന്ന് തീരുമാനിച്ചാണ് സൈലന്റ് ഹില്ലിലോട്ട് പോകുന്നത്. അതേപോലെ അവരെ സംശയം തോന്നി നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു ലേഡി പോലീസ് റോസിന്റെ വാഹനത്തെ ഫോളോ ചെയ്തു പോയി. ഇനിയും ഫോളോ ചെയ്ത് പെട്രോൾ തീർക്കുന്നത് എന്തിനാ എന്ന് കരുതി വാഹനത്തെ നിർത്താൻ പറയുകയും ശേഷം ബൈക്കിൽ നിന്നിറങ്ങി വാഹനത്തിന്റെ അടുത്തേക്ക് പോലീസ് പോകവേ ഇപ്പോൾ റോസ് നോക്കുമ്പോൾ സൈലന്റ് ഹില്ലിലോട്ട് പോകാനുള്ള വഴി ലെഫ്റ്റിലോട്ടാണ് എന്ന് ബോർഡ് കാണുകയും പിന്നെ ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് ഗിയർ ഇട്ട് സൈലന്റ് ഹില്ലിലേക്കുള്ള വഴിയിലൂടെ വാഹനം പറത്തി വിടുകയാണ്. പോകുന്ന വഴിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഗേറ്റ് ഒക്കെ ഉടച്ച് തെറിപ്പിച്ചാണ് പോകുന്നത്. അതേപോലെ പുറകിലൂടെ വന്ന പോലീസുകാരിയും വിടുന്ന ലക്ഷണമില്ല. പുറകെ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് റോസിന്റെ വാഹനത്തിലെ സിസ്റ്റത്തിൽ എന്തൊക്കെയോ ഗ്ലിച്ചായി ഭയങ്കരമായ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം കേൾക്കുമ്പോൾ ഷാരോൺ തലവേദനിക്കുന്ന പോലെ അലറുകയാണ്. പെട്ടെന്ന് ഒരു കുട്ടിപ്പെണ്ണ് റോഡിൽ നിൽക്കുന്നത് കണ്ട് റോസിന്റെ കൺട്രോൾ തെറ്റി വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയായി ഒടുവിൽ ഒരു സ്ഥലത്ത് നിൽക്കുകയും ചെയ്യുന്നു. അല്പം കഴിഞ്ഞ് നോക്കുമ്പോൾ, അതായത് സ്റ്റിയറിംഗിൽ തലയിടിച്ച് മയങ്ങിപ്പോയ റോസ് ഉണർന്നു നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്ന ആ സ്ഥലം അല്പം പ്രകാശം നിറഞ്ഞതും അതേപോലെ മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു വ്യത്യസ്തമായ സ്ഥലമായി മാറി. മറ്റൊരു കാര്യം എന്തെന്നാൽ തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്ന ഷാരോണിനെ കാണാനില്ല. ആകെ ഭയന്ന റോസ് ഷാരോണിനെ വിളിച്ച് ഓരോ ഭാഗത്തേക്കായി ഓടിപ്പോയി തിരയാൻ തുടങ്ങി. എന്നാൽ അവിടെ എവിടെയും ഷാരോണിനെ കണ്ടില്ല. അതേപോലെ മഞ്ഞ് പോലെ പെയ്തോണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് മഞ്ഞല്ല, എന്തൊക്കെയോ കത്തിച്ചാമ്പലായ വെണ്ണീർ പോലെയുണ്ട്. ഇപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. റോസ് നിന്നിട്ടുള്ളത് സൈലന്റ് ഹില്ലിന് മുൻപിലാണ്, എൻട്രൻസിലാണുള്ളത്. അതിനാൽ തീർച്ചയായും ഷാരോൺ സൈലന്റ് ഹില്ലിനകത്തേക്ക് പോയിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ച് റോസ് ആ സ്ഥലത്തേക്ക് പതുക്കെ പോകാൻ തുടങ്ങി. അവിടെ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, പഴയ കാറുണ്ട്, ഉടഞ്ഞുപോയ ഒരുപാട് തിങ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ആ സ്ഥലത്ത് ഒരു മനുഷ്യ ജീവിയെപ്പോലും കാണാനില്ല. എല്ലാം കണ്ട് ഭയന്ന് വീണ്ടും ഷാരോണിനെ അലറി വിളിക്കാൻ തുടങ്ങി. അന്നേരം അവിടെ ഒരു കാഴ്ച, ഒരു ചെറിയ പെൺകുട്ടി നിൽക്കുന്ന പോലെ കണ്ട് അത് ഷാരോൺ ആയിരിക്കും എന്ന് കരുതി മോളെ നിക്ക് നിക്ക്, എങ്ങോട്ടാ ഓടുന്നത് എന്ന് പറഞ്ഞ് പുറകെ ഓടിപ്പോയി ഒരു കെട്ടിടത്തിൽ കയറിയപ്പോൾ ആ കുട്ടിപ്പെണ്ണ് ഒരു ബേസ്മെന്റിന്റെ അകത്തേക്ക് പോവുകയും ചെയ്തു. അത് എൻ്റെ മകൾ തന്നെയാണോ എന്നൊരു കൺഫ്യൂഷനിൽ പോകണോ വേണ്ടയോ എന്നാലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഷട്ടർ വീഴുന്ന പോലെ ഒരു ശബ്ദം. അതോടെ ആ സ്ഥലം ഇരുട്ടായി മാറുകയും ചെയ്തു. അതേപോലെ മേലെ നിന്നും പെയ്തോണ്ടിരുന്ന മഞ്ഞ് പോലത്തെ പൊടി മാറി മഴ പെയ്യാനും തുടങ്ങി. എന്താ ഇവിടെ നടക്കുന്നത് എന്നൊന്നും മനസ്സിലാവാതെ റോസ് ആകെ ഭയന്ന് ഒരു ലൈറ്റർ എടുത്ത് കത്തിച്ച് ആകെ ഭയന്ന് നിൽക്കുമ്പോൾ ദൂരെ നിന്നും ഷാരോൺ അമ്മയെ വിളിക്കുന്ന പോലെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. കയ്യിലുള്ള ലൈറ്റർ വെച്ച് പതുക്കെ റോസ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി പോവാൻ തുടങ്ങി. അന്നേരം അവിടെ ഒരു സ്ട്രക്ചർ കാണുകയാണ്. അതിൽ രക്തക്കറയോടുകൂടി തുണിയും മൂടി വെച്ചിട്ടുണ്ട്. അതിനെ നോക്കി നിൽക്കെ പെട്ടെന്ന് ഷാരോൺ റോസിനെ നോക്കി ഓടിപ്പോകുന്നതായി കണ്ട റോസ് ഷാരോണിനെ വിളിച്ച് പുറകിലൂടെ ഫോളോ ചെയ്തു പോകുമ്പോൾ
ഒരിടത്ത് ദേ മനുഷ്യനെ ഇരുമ്പ് വേലിയിൽ കെട്ടിത്തൂക്കി ഒട്ടിച്ചു വച്ചിരിക്കുന്നു. പഴകിയ ശരീരം. അത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടി കണ്ട് ഞെട്ടുകയാണ്. ആ ശരീരത്തിന് ജീവനുണ്ട്. ആ കൊടൂര കാഴ്ച കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ ദേ പുറകിലൂടെ മറ്റൊരു കൊടൂര പിശാച്ച് വന്ന് റോസിനെ നോക്കി അലറുന്നു. റോസ് എല്ലാം കണ്ട് മൂത്രം ഒഴിച്ചോ എന്നറിയില്ല ജീവനും കൊണ്ട് ആ സ്ഥലം വിട്ട് ഓടിപ്പോകാൻ നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഒന്നല്ല രണ്ടല്ല ഒരുപാട് പിശാച്ചുകൾ വന്ന് റോസിനെ പിടികൂടാനായി ശ്രമിക്കുകയാണ്. റോസ് ആണെങ്കിൽ രക്ഷപ്പെടാൻ ഓരോ ഡോറും തട്ടി ഒടുവിൽ ഒരു ഡോർ ഓപ്പൺ ആവുകയും ആ റൂമിൽ കയറി നിന്നെങ്കിലും പിശാച്ച് പിടിവിടാതെ റോസിന്റെ കാലിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. പ്ലീസ് എന്നെ വിട്, പോ പിശാച്ച് പോ എന്ന് പറഞ്ഞ് റോസ് അലറുകയാണ്. കുറച്ചു നേരത്തിൽ പിശാച്ചുക്കൾക്ക് എന്തായി എന്നറിയില്ല പെട്ടെന്ന് ആ സ്ഥലം വിട്ട് പോവുകയും ചെയ്തു. റോസ് ആണെങ്കിൽ പേടിച്ച് അവളുടെ ബോധവും പോയി. അല്പം കഴിഞ്ഞ് റോസ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ വേറെ ഏതോ സ്ഥലത്താണുള്ളത്. ഹാവു, ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന ഭാവത്തിൽ അവിടുന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. എന്നാൽ ഇനി അങ്ങോട്ട് ഓടിപ്പോവാൻ സ്ഥലമില്ല. മുൻപിൽ വലിയൊരു കുഴി. അന്നേരം അവിടേക്ക് ഒരു ലേഡി വന്ന് നിൽക്കുമ്പോൾ ഒരുത്തിയെങ്കിലും കണ്ടല്ലോ എന്ന ഭാവത്തിൽ ഇവിടെ എന്താ ശരിക്കും നടക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? എൻ്റെ മകളെയും ഇവിടെ വന്നപ്പോൾ കാണാതായി. എന്താ ഇവിടെ നടക്കുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ എന്ന് വെപ്രാളപ്പെട്ട് റോസ് ചോദിക്കുമ്പോൾ എൻ്റെ കുട്ടിയെ അവർ കൊണ്ടുപോയി എന്തൊക്കെ ചെയ്തു എന്നറിയോ? കുട്ടിയെ അവർ കൊടൂരമായി ഉപദ്രവിച്ചു. ഒരുപാട് ദുഷ്ടകർമ്മങ്ങൾ ഒക്കെ എൻ്റെ മകളെ വെച്ച് അവർ ചെയ്തു. എൻ്റെ മകളുടെ പേര് അലേസ എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട റോസ് ആ സ്ത്രീ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലായില്ലെങ്കിലും ദേ നോക്ക് എൻ്റെ മകളുടെ ഫോട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ഇവളെ കണ്ടിട്ടുണ്ടോ എന്ന് ലോക്കറ്റിൽ വച്ചിട്ടുള്ള ഷാരോണിൻ്റെ ഫോട്ടോ കാണിച്ച് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ വ്യത്യസ്തമായി പെരുമാറി. ഇല്ല, അത് നിന്റെ മകളല്ല, അത് എൻ്റെ മകളാണ്. എനിക്ക് അവളെ തിരിച്ചു താ എന്ന് പറഞ്ഞ് റോസിനെ തള്ളി പോകവേ ഇതേതോ കിളിപ്പോയ പിരാന്തത്തി ആണെന്ന് മനസ്സിലാക്കി ആ സ്ത്രീയെ അവിടെ തള്ളിയിട്ട് ആ സ്ഥലം വിട്ട് റോസ് ഓടിപ്പോവുകയാണ്. ഇതേ നേരം ഹാരിയെ കാണാം. നേരത്തെ റോസ് പെട്രോൾ പമ്പിൽ നിന്നാണ് കോൾ ചെയ്തത് എന്ന് മനസ്സിലായിരുന്നതല്ലേ. അതിനാൽ നേരെ ആ പെട്രോൾ പമ്പിൽ പോയിട്ട് റോസിന്റെ ഫോട്ടോ കാണിച്ച് ഇതെന്റെ ഭാര്യയാണ്, ഇവൾ ഇന്നലെ രാത്രി ഇവിടെ വന്നതായി ഓർക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഏയ്, ഞാൻ ഈ പെണ്ണിനെ കണ്ടിട്ടില്ല. നൈറ്റ് ഷിഫ്റ്റ് എൻ്റെ മകളാണ് ഇവിടെ ഉണ്ടാവാറ്. അവൾ ചിലപ്പോൾ കണ്ടു കാണും എന്നയാൾ പറയുകയാണ്. ശരി, അവസാനമായി എൻ്റെ ഭാര്യ സൈലന്റ് ഹില്ലിലോട്ട് പോകുന്നു എന്നാ പറഞ്ഞത്. അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാ എന്ന് ചോദിക്കുമ്പോൾ എന്ത് സൈലന്റ് ഹില്ലോ? ആ ടൗണിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയോ? ഒരു വലിയ അപകടം അവിടെ നടന്നു. അതോടെ അവിടെ മൊത്തം കത്തി ഇല്ലാതായി. ബാക്കിയുള്ള ഭാഗവും ഇപ്പോഴും കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാ. അവിടേക്ക് പോയാൽ പിന്നെ ജീവനോടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നൊക്കെ അയാൾ പറഞ്ഞെങ്കിലും അത് കേട്ട് കുറച്ച് പൈസ അയാൾക്ക് കൊടുത്തിട്ട് എൻ്റെ 2 ജീവനാണ് അവിടേക്ക് പോയിരിക്കുന്നത്, പ്ലീസ് വഴി മാത്രം പറഞ്ഞു തന്നാൽ മതി എന്ന് ഹാരി പറയുകയാണ്. ഇതേ നേരം സൈലന്റ് ഹില്ലിൽ റോസ് ഓടി ഒടുവിൽ അവളുടെ വാഹനത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. നോക്കിയാൽ ദേ ഷാരോണിൻ്റെ ഡ്രോയിങ് ബുക്ക് നിലത്ത് വീണ് കിടക്കുന്നു. അതൊക്കെ എടുത്ത് നേരെ കാറിൽ ഇരുന്ന് ആ ചിത്രം നോക്കുമ്പോൾ അതിൽ സ്കൂൾ എന്ന് എഴുതി ചിത്രം വരച്ചിട്ടുണ്ട്. ഇക്കാര്യം തൻ്റെ ഹസ്ബൻഡിന് ഹാരിയെ അറിയിക്കണം എന്ന് കരുതി കോൾ ചെയ്യാൻ നോക്കിയെങ്കിലും കോൾ പോകുന്നതേ ഇല്ല. വണ്ടിയും സ്റ്റാർട്ട് ആവുന്നില്ല. അതിനാൽ ഹാരിക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ തുടങ്ങി. സോറി മനുഷ്യ, നിങ്ങളുടെ വാക്ക് കേൾക്കാതെ ഞാൻ സൈലന്റ് ഹില്ലിലേക്ക് വന്നുപോയി. ഇവിടെ എത്തിയപ്പോൾ മകളെയും കാണാതായി. ഇവിടെ ടൗണിലുള്ള ഒരു സ്കൂളിൽ ഉണ്ടെന്ന് ഒരു സൂചന കിട്ടി. ഞാൻ അവിടെ പോവുകയാ. സോ നിങ്ങൾക്ക് ഈ വോയിസ് മെസ്സേജ് കിട്ടിയാൽ ഉടനെ ആൾക്കാരെ കൂട്ടി വാ, ഞങ്ങളെ രക്ഷിക്ക് എന്ന് വോയിസ് റെക്കോർഡ് ചെയ്ത് വിടുകയാണ്. അന്നേരം കൃത്യം അവിടേക്ക് ഫോളോ ചെയ്ത് ലേഡി പോലീസ് എത്തുകയും ചെയ്തു. എടി, മര്യാദയ്ക്ക് നിന്റെ 2 കൈയും സ്റ്റിയറിംഗിൽ വെക്ക്, അനങ്ങാതെ ഇരിക്ക്. നിന്റെ കൂടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നല്ലേ, അവൾ എവിടെയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അവൾ എൻ്റെ മകളാണ്, ഇപ്പോൾ കാണാനില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് കൂടുതൽ സംശയം തോന്നിയ പോലീസ് റോസിനെ പിടിച്ച് പുറത്ത് നിർത്തി ഹാൻഡ് ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. പ്ലീസ് പോലീസെ, എന്നെ മനസ്സിലാക്ക്, എൻ്റെ മകളെ കാണാനില്ല, എന്തോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, എനിക്ക് അവളെ രക്ഷിക്കണം, അൺലോക്ക് ചെയ്യ് പ്ലീസ്. അത് കേട്ട് പോലീസ്, എടേ നിനക്ക് നിന്റെ മകളോട് അത്ര ഇതുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ എന്നെ കാണുമ്പോൾ വാഹനം നിർത്താതെ സ്പീഡിൽ ഓടിച്ചു വന്നത്? ഇന്നലെ രാത്രി മുതൽ നിന്നെ ഞാൻ തിരഞ്ഞു നടന്ന് ഇന്നാണ് കിട്ടിയത്. അയ്യോ സർ, ദേ നോക്ക്, എൻ്റെ മകൾക്ക് സുഖമില്ലാത്തതാണ്, അവൾക്ക് ഉറക്കത്ത് നടക്കുന്ന പ്രശ്നമുണ്ട്, അതിനാൽ ആ പ്രശ്നം ശരിയാക്കാനാ ഇവിടേക്ക് കൂട്ടിയിട്ട് വന്നത്. അത് കേട്ട് കലിപ്പിലായ പോലീസ്, വാ പൊത്തടി, നിന്റെ മകൾ എന്ന് പറയുന്നുണ്ടല്ലോ, അവൾ നിന്റെ തന്നെ മകളാണോ? ഞാനത് എങ്ങനെയാ വിശ്വസിക്കുന്നത്? അതിനാൽ നീ അടങ്ങി നിൽക്ക്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വോക്കി ടോക്കി എടുത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ച് സംസാരിക്കാൻ നോക്കിയെങ്കിലും ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കാം കണക്ട്
കണക്ഷൻ കിട്ടിയില്ല, നമുക്ക് നടന്ന് സ്റ്റേഷനിലേക്ക് പോകാം എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങി. ഇതേ നേരം ഹാരി സൈലന്റ് ഹില്ല് ലക്ഷ്യമാക്കി വരുമ്പോൾ നേരത്തെ റോസ് അയച്ച വോയിസ് മെസ്സേജ് ഇപ്പോഴാണ് ഹാരിക്ക് സെൻഡായത്. അത് കേട്ടതോടെ ഹാരി കരുതുന്നു റോസ് മകളെ തേടി സൈലന്റ് ഹില്ലിലുള്ള സ്കൂളിൽ പോയിട്ടുണ്ടെന്ന്. അങ്ങനെ ഹാരി ധൃതിയിൽ പോയിക്കൊണ്ടിരിക്കെ ഇന്നലെ രാത്രി റോസ് സൈലന്റ് ഹില്ലിലേക്ക് ഗേറ്റ് തകർത്തല്ലേ പോയത്. അവിടെ ബിസ്ക്കറ്റിൽ ഉറുമ്പരിച്ചതുപോലെ കുറച്ച് പോലീസ് നിന്നിട്ട് ഗേറ്റ് എങ്ങനെയാ തകർന്നത് എന്ന് ചർച്ച ചെയ്യുകയാണ്. അന്നേരം ഒരു പോലീസ് വന്ന് സോറി സർ, ഇതിനപ്പുറത്തേക്ക് തൽക്കാലം ആരെയും കടത്തിവിടുന്നില്ല, വന്ന വഴിയെ തിരിച്ചു പോ എന്ന് പോലീസ് പറയുമ്പോൾ സർ, എൻ്റെ ഭാര്യയും മകളും ഈ വഴിയാണ് പോയത്, എനിക്ക് അവരെ കണ്ടുപിടിക്കണം എന്ന് ഹാരി പറയുകയാണ്. ശരി, നിന്റെ ഭാര്യ ഏത് കാറാണ് ഓടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ കാറിൻ്റെ മോഡൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അത് കേട്ട് പോലീസ് ഓഫീസറിനെ ഇൻഫോം ചെയ്ത് നേരെ ഹാരിയെയും കൂട്ടി ഓഫീസറിൻ്റെ അടുത്തേക്ക് പോവുകയും സർ എന്ത് പറ്റി, എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും എന്ത് പറ്റി എന്ന് ഹാരി ഭയത്തോടെ ചോദിക്കുമ്പോൾ ഏയ് പേടിക്കണ്ട, അങ്ങോട്ട് പോയാൽ നിന്റെ ഭാര്യയ്ക്കും മകൾക്കും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതേപോലെ നിന്റെ ഭാര്യ ഓടിച്ചു പോയ ജീപ്പ് കാറ് ഞങ്ങൾ കണ്ടുപിടിച്ചു, എന്നാൽ ആ വാഹനത്തിൽ നിന്റെ ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നില്ല. അതേപോലെ ഫോളോ ചെയ്തു പോയ ഞങ്ങളുടെ ഒരു ലേഡി പോലീസിനെയും കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഇപ്പോൾ സൈലന്റ് ഹില്ലിൽ മാഡം ഞാൻ പറയുന്നത് വിശ്വസിക്ക്, ഈ സ്ഥലം ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ട്രാപ്പിലായി എന്നൊക്കെ റോസ് പറയുന്നുണ്ടെങ്കിലും പോലീസുകാരി അതൊന്നും വിശ്വസിക്കാതെ എടേ നീ എന്ത് പ്രേതകഥ പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല, മര്യാദയ്ക്ക് വാ പൊത്തി എൻ്റെ കൂടെ വാ, ബാക്കി സ്റ്റേഷനിൽ വച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്നതും നോക്കിയാൽ വലിയൊരു കുഴി, തിരിച്ചു പോകാനുള്ള വഴിയേ ഇല്ല. സോ ഇതോടെ ഒരു കാര്യം മനസ്സിലായി, ഒരു തവണ ഈ സൈലന്റ് ഹില്ലിൽ വന്നുപെട്ടാൽ പിന്നെ തിരിച്ചു പോകാനുള്ള വഴി ഉണ്ടാവില്ല. അത് കണ്ട് ഷോക്കായി നിൽക്കുമ്പോൾ കണ്ടില്ല മേഡം, ഞാൻ പറഞ്ഞതല്ലേ ഈ സ്ഥലം എന്തോ അമാനുഷികത ഉള്ള സ്ഥലമാണ്. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ ദേ ഒരു പിശാച്ച് സോംബിയെ പോലെ ഞൊണ്ടി വരുന്നു. ആ പിശാച്ചിന് കൈ ഇല്ല, കാലില്ല, കണ്ണില്ല, മൂക്കില്ല, കിടുങ്ങാമണി പോലുമില്ല. രണ്ടുപേരും ആ കൊടൂര രൂപത്തെ കണ്ട് ഭയന്ന് ഒടുവിൽ സ്വയം രക്ഷയ്ക്ക് പോലീസുകാരി തോക്കെടുത്ത് വെടിവെക്കുകയും അന്നേരം എന്തോ ദ്രാവകം പോലീസുകാരിയുടെ ദേഹത്തേക്ക് തെറിക്കുകയും ആകെ ഭയന്ന പോലീസുകാരി ആ പിശാച്ചിന്റെ തലയ്ക്ക് തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. എന്നാൽ ആ പിശാച്ച് തെറിപ്പിച്ച ദ്രാവകം അത് ആസിഡ് ആണെന്ന് തോന്നുന്നു. പോലീസുകാരിയുടെ വസ്ത്രം കത്തി ഉരുകാൻ തുടങ്ങി. അത് മനസ്സിലാക്കി പെട്ടെന്ന് കോട്ട് ഊരി മാറ്റി തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുമ്പോൾ ആ ഗ്യാപ്പിൽ നോക്കിയാൽ ദേ റോസ് കൈവിലങ്ങോടെ ആ സ്ഥലത്ത് നിന്നും എസ്കേപ്പായി ഓടിപ്പോകുന്നു. പോലീസുകാരിക്ക് ആണെങ്കിൽ വീണ്ടും വോയിസ് കേട്ട് തിരിഞ്ഞ് മേലെയുള്ള മലയിലേക്ക് നോക്കുമ്പോൾ ദേ അതുപോലത്തെ ഒരുപാട് പിശാച്ചുകൾ പോലീസുകാരിയുടെ അടുത്തേക്ക് ഓടി വരുന്നു. ഇതേ നേരം റോസിനെ കാണാം. കൈ പുറകിലായി ലോക്ക് ചെയ്തതിനാൽ ഓടാനുള്ള പ്രയാസം മനസ്സിലാക്കി കുനിഞ്ഞ് ഇരുന്ന് കാല് പുറകിലൂടെ ഇട്ട് കൈ മുന്നോട്ട് കൊണ്ടുവന്ന് ശേഷം ഡ്രോയിങ് ബുക്കിൽ സ്കൂൾ എന്ന് കണ്ടിരുന്നില്ലേ, അതിനാൽ ഇപ്പോൾ സ്കൂൾ എവിടെയാ എന്ന് തിരയാൻ തുടങ്ങി. അങ്ങനെ തേടി തേടി ഒടുവിൽ സ്കൂളും കണ്ടുപിടിക്കുകയും ചെയ്തു. അകത്ത് കയറി നോക്കുമ്പോൾ ആരും തന്നെ ഇല്ല. ഓരോ ഭാഗത്തായി തിരിഞ്ഞ് ഓഫീസ് റൂമിൽ എത്തി അവിടെയുള്ള ഡ്രോയർ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അതൊക്കെ ലോക്ക്ഡ് ആയിരുന്നു. ഡെസ്കിൽ നിന്നും താക്കോൽ കിട്ടുകയും ഡ്രോയർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അകത്ത് ഒരേ ഒരു ടോർച്ച് ലൈറ്റ് മാത്രമാണുള്ളത്. പെട്ടെന്ന് ആരോ റോസ് റോസ് എന്ന് വിളിക്കുന്ന വോയിസ് കേൾക്കാൻ തുടങ്ങി. അതാരാ എൻ്റെ പേര് പറഞ്ഞു വിളിക്കുന്നത് എന്ന് കൗതുകത്തോടെ ടോർച്ച് അടിച്ച് നോക്കിയെങ്കിലും അവിടെ ആരെയും കണ്ടില്ല. ഇതേ നേരം ഹാരി ആണെങ്കിൽ പോലീസിന്റെ കൂടെ റോസിനെ അന്വേഷിച്ച് സൈലന്റ് ഹില്ലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നു നോക്കുമ്പോൾ പതിവ് പോലെ ഒറ്റ മനുഷ്യനെ കാണാനില്ല, മൊത്തം സൈലന്റ് ആണ്. അന്നേരം ഒരു ബാർബർ ഷോപ്പ് കണ്ട പോലീസുകാരൻ നോക്ക്, ആ കാണുന്ന ബാർബർ ഷോപ്പ് ഉണ്ടല്ലോ, അത് ഒരു കാലത്ത് എൻ്റെ അച്ഛൻ്റെ ആയിരുന്നു. 1974 നവംബറിൽ ഇവിടെ മൊത്തം തീപിടുത്തം ഉണ്ടായി. എൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഈ ടൗണിലുണ്ടായിരുന്ന എല്ലാവരും വെന്തു മരിച്ചു. മറ്റൊരു കാര്യം എന്തെന്നാൽ ഇപ്പോഴും ഈ മണ്ണിൻ്റെ അടിയിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അതൊരു നരകം ആണെന്നും ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ ഹാരിയോട് പോലീസുകാരൻ പറയുകയാണ്. ഇതേ നേരം റോസിനെ കാണാം. കയ്യിൽ ടോർച്ചും പിടിച്ച് ഷാരോണിനെ തിരയുകയാണ്. അന്നേരം കാണാൻ വളരെ വ്യത്യസ്തമായി കയ്യിൽ ഒരു കിളിയെ കൂട്ടിലിട്ട് അടച്ച കൂടുമായി വ്യത്യസ്തമായ വേഷത്തിൽ കുറച്ച് പേർ റോസിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ആകെ ഭയന്ന് ഓടി ഓടി മറ്റൊരു ബിൽഡിങ്ങിലേക്ക് കയറി നിൽക്കുമ്പോൾ അത് ഒരു ക്ലാസ് റൂം ആയിരുന്നു. അവിടെ നോക്കുമ്പോൾ ഡെസ്കിൽ ചെറിയ കുട്ടിയുടെ 2 കൈപ്പത്തി പതിഞ്ഞ പോലെയുണ്ട്. അതേപോലെ മന്ത്രവാദികളെ പോലെ മന്ത്രങ്ങൾ ഒക്കെ വരച്ചു വച്ചിട്ടുണ്ട്. അത് കണ്ട് ഈ ഡെസ്ക് ഏത് സ്റ്റുഡൻറ്റിൻ്റെ ആയിരിക്കും എന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ കുറച്ച് പുസ്തകം കാണാം. അതിൽ അലേസ എന്നൊരു പേരും കാണുകയാണ്. ഓർമ്മയുണ്ടോ, അന്ന് ഒരു വയസ്സായ ലേഡി വന്ന് റോസിനോട് അലേസ എന്നൊരു പെൺകുട്ടി എൻ്റെ മകളാണ് എന്ന് പറഞ്ഞിരുന്നില്ലേ? അതെല്ലാം ഇപ്പോൾ റോസ് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഫ്ലാഷ് അടിച്ചതുപോലെ ചില വിഷ്വൽസ് വരാൻ തുടങ്ങി. ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ചേർന്ന് അലേസ എന്ന പെൺകുട്ടിയെ നോക്കി, നീ ഒരു മന്ത്രവാദിനിയാണ്, കൂടോത്രം ചെയ്യുന്ന മന്ത്രവാദിനിയാണ്, നിന്നെ കൊല്ലും ഞങ്ങൾ,
തീയിട്ട് കത്തിക്കും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അലേസയെ എല്ലാവരും ചേർന്ന് റാഗിങ് ചെയ്യുകയാണ്. ആ വിഷ്വൽസ് ഇപ്പോൾ റോസിന്റെ മനസ്സിലേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് ആ കുട്ടിപ്പെണ്ണ് അതുവഴി ഓടിപ്പോകുന്നത് കണ്ട് ഏയ് ആരാ നീ, അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് റോസ് പുറകെ പോവാൻ തുടങ്ങി. ഓടിപ്പോയ പെൺകുട്ടി ഒരു ബാത്റൂമിൽ കയറി തേങ്ങി തേങ്ങി കരയുന്ന വോയിസ് ഒക്കെ കേൾക്കാനും തുടങ്ങി. റോസ് അവിടെ കുനിഞ്ഞു നോക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടി കാല് മുകളിലേക്ക് പൊക്കുകയാണ്. ശേഷം റോസ് ഓരോ ടോയ്ലറ്റിന്റെ ഡോറും തട്ടി തട്ടി നോക്കിയെങ്കിലും ഒരു റെസ്പോൺസും ഇല്ല. അവസാനത്തെ ടോയ്ലറ്റിൽ നിന്നാണ് വോയിസ് കേൾക്കുന്നത്. പതുക്കെ റോസ് ഡോർ തുറന്ന് അകത്ത് നോക്കിയാൽ ഒരുത്തനെ മുള്ളു കമ്പി കൊണ്ട് കൊടൂരമായി കെട്ടിവച്ചിരിക്കുകയാണ്. കൈയും കാലും ഒക്കെ ഉടച്ച് യോഗ ചെയ്യുന്ന രീതിയിൽ ഒരു കാല് പുറകിലേക്ക് ഉടച്ച് തലയിൽ മുട്ടിച്ച് വെച്ച പോലെ കൊടൂരമായി കെട്ടി കൊന്നു തൂക്കിയിട്ടുണ്ട്. അതേപോലെ അവന്റെ പേര് കോലിൻ എന്നും പ്രിന്റ് ചെയ്ത തകിടും കാണാം. ആ വിറച്ചു നോക്കുമ്പോൾ കോലിന്റെ വായിൽ എന്തോ എഴുതി വെച്ചതുപോലെ ഒരു കഷ്ണം കല്ല് കാണുകയും അതൊക്കെ കണ്ട് ഓടിപ്പോകാൻ തോന്നിയെങ്കിലും ആ കല്ലിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നൊരു കൗതുകവും ഭയവും ഒക്കെയായി പതുക്കെ ചെന്ന് മുള്ളു കമ്പികൾക്കിടയിലൂടെ കൈയിട്ട് കോലിന്റെ വായിലുള്ള കല്ല് എടുത്ത് പിന്നെ ഒന്നും നോക്കിയില്ല. ആ സ്ഥലം വിട്ട് ഓടിപ്പോവാൻ തുടങ്ങി. പുറത്തേക്ക് പോകാൻ ഡോർ തുറന്നതും മാസ്ക് ധരിച്ച ഒരാൾക്ക് റോസിനെ കാണുകയും ചെയ്തു. അതിനാൽ മെയിൻ ഡോർ അടച്ച് ദൈവമേ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടെ എത്തിയ മാസ്ക് ധരിച്ച 3 പേർ ഡോറിലേക്ക് ഇടിക്കാൻ തുടങ്ങി. അന്നേരം അവരുടെ കയ്യിലുള്ള കൂട്ടിലെ പക്ഷി വെപ്രാളപ്പെടുന്ന പോലെ ഒച്ചയുണ്ടാക്കുമ്പോൾ ആ മാസ്ക് ധരിച്ചവർക്ക് എന്ത് പറ്റിയെന്നറിയില്ല. കിളിക്കൂടും എടുത്ത് വേറെ സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി ഓടിപ്പോവുകയാണ്. പെട്ടെന്ന് പുറത്ത് വെളിച്ചം കൂടി വന്ന് അതേപോലെ ആ സ്ഥലം മൊത്തത്തിൽ മാറാൻ തുടങ്ങി. ഇപ്പോൾ ഉള്ളതിലും കൂടുതൽ പഴകി ദ്രവിച്ച മാതിരിയാവാൻ തുടങ്ങി. നിലത്തൊക്കെ രക്തക്കറയും ആകെ ഒരു നരകം പോലത്തെ സ്ഥലമായി മാറി. എന്താ നടക്കുന്നതെന്ന് അറിയാതെ റോസ് പതറി നിൽക്കുമ്പോൾ നോക്കിയാൽ ദേ ആ മുൾവേലിയിൽ ചുറ്റി കൊല്ലപ്പെട്ട് കിടന്ന കോലിൻ എന്ന വ്യക്തി പ്രേതമായി മാറി ടോയ്ലറ്റിൽ നിന്നും പതുക്കെ പുറത്തു വരുന്നു. പുറത്തിറങ്ങി ചുമരിൽ കൈവച്ചതും ഞരമ്പ് പോലെ പടരാൻ തുടങ്ങി. പടർന്നു പോയി ആ ഞരമ്പുകളിൽ നിന്ന് എന്തൊക്കെയോ കൊടൂര ജീവികൾ വരുന്നത് പോലെ കണ്ട് റോസ് ഭയന്ന് വിറച്ച് ഓടാൻ തുടങ്ങി. ഓടിക്കൊണ്ടിരിക്കെ ഓരോ സ്ഥലത്തായി ഓരോ മനുഷ്യനെയും മുള്ളു കമ്പി കൊണ്ട് കൊന്ന് ചുറ്റിക്കെട്ടി തൂക്കിയ കാഴ്ചകൾ ഒക്കെ കാണുകയാണ്. ഒരു വശത്ത് നോക്കിയാൽ നേരത്തെ കണ്ട മാസ്ക് ധരിച്ച അവരെ ഒരുപാട് കൂറകൾ ചേർന്ന് കടിച്ച് തിന്നുന്നത് കാണാം. അതായത് നേരത്തെ കോലിന്റെ കയ്യിൽ നിന്നും പടർന്നു പോയ ഞരമ്പിൽ നിന്നും വന്നതാണ് ഈ കൂറകൾ. കാണാൻ ചെറിയ കൂറ ആണെങ്കിലും ആ 3 പേരെയും കടിച്ച് തിന്ന് എല്ല് മാത്രം ബാക്കിയാക്കിയ ശേഷം കൂറകളൊക്കെ നേരെ റോസിനെ പിടികൂടാൻ ലക്ഷ്യമാക്കി തിരിഞ്ഞതും റോസ് ആണെങ്കിൽ അവിടെയുള്ള ഗേറ്റ് പിടിച്ച് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭയന്ന് അലറി പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. റോസ് ആ സ്ഥലത്ത് നിന്നും മറ്റൊരു റൂമിലേക്ക് പോയപ്പോൾ അതൊരു തുരങ്കം പോലെയുണ്ട്. അവിടെ നിലത്ത് തീയൊക്കെ കാണാം. അതേ നേരം ഒരു വശത്ത് ഒരു കുട്ടിപ്പെണ്ണ് എന്തോ ഡ്രോയിങ് വരക്കുന്ന പോലെ കീറി മാതി വരക്കുന്ന പോലെ കണ്ട് റോസ് ലൈറ്റ് അടിച്ച് നോക്കിയതും ആ പെൺകുട്ടി പ്രേതത്തെ പോലെ ഒരൊറ്റ നോട്ടം. അത് കണ്ട് റോസ് ഞെട്ടി നിലത്തേക്ക് ഒരൊറ്റ വീഴ്ച. ഇതേ നേരം ഹാരിയും പോലീസും സൈലന്റ് ഹില്ലിൽ തന്നെയാണുള്ളത്. എന്നാൽ റോസ് അലറുന്ന വോയിസ് ഒന്നും ഇവർക്ക് കേൾക്കുന്നതേ ഇല്ല. നിലത്ത് വീണ റോസ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരു വിചിത്രമായ കൊടൂര കാഴ്ച കാണുകയാണ്. നോക്കിയാൽ ദേ ഒരു രൂപം, തലയിൽ എന്തോ പിരമിഡ് പോലെ ഒരു മാസ്ക്, കയ്യിൽ വലിയൊരു വെട്ടുകത്തിയും പിടിച്ച് കൂടെ ഒരുപാട് നരഭോജികളായ കൂറയും ഉണ്ട്. ആ പ്രാണി റോസിനെ പിടികൂടാനായി നീങ്ങവേ റോസ് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. എന്താ നടക്കുന്നത് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഹാരിയും പോലീസുകാരനും ഭൂമിയിലാണുള്ളത്. അതേപോലെ റോസ് ഇപ്പോൾ ഉള്ളത് പ്രേതലോകത്താണ്. അതിനാലാണ് റോസ് അലറുന്ന വോയിസ് ഒന്നും ഇവർക്ക് കേൾക്കാത്തത്. മറ്റൊരു കാര്യം എന്തെന്നാൽ റോസ് സ്കൂളിൽ ഷാരോണിനെ തപ്പി എവിടെയൊക്കെയാണോ അലഞ്ഞു നടക്കുന്നതോ അതേ സ്ഥലത്താണ് ഇപ്പോൾ ഹാരിയും പോലീസുകാരനും ഉള്ളത്. എന്നാൽ ഇപ്പോൾ ഹാരിക്ക് റോസ് ഇവിടെ തന്നെയാണ് ഉള്ളത് എന്നൊരു തോന്നലുണ്ടാവുകയും എടി നീ ഇവിടെ എവിടെയോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് റോസിനെ വിളിച്ച് അലറാൻ തുടങ്ങി. എന്നാൽ പ്രേതലോകത്ത് അതേ സ്ഥലത്തുള്ള റോസിന് ഹാരി ഇതേ സ്ഥലത്താണുള്ളത് എന്ന് ഫീൽ ചെയ്യാനേ പറ്റുന്നില്ല. മാത്രമല്ല ഇവിടെ മാസ്ക് ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അത്രയും ദുർഗന്ധമാണ്. പോലീസ് മാസ്ക് ധരിച്ച് ഹാരിയെ കൊണ്ടും ധരിപ്പിച്ച് മാസ്ക് ധരിച്ചില്ലെങ്കിൽ ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഇതേ നേരം റോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഭയന്ന് കരഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് ദേ കൂറകൾ എത്തുകയും പെട്ടെന്ന് റോസിനെ ആരോ പിടിച്ച് വലിച്ച് അടുത്തുള്ള റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരാണെന്ന് നോക്കിയാൽ ആ ലേഡി പോലീസ് ആയിരുന്നു. നോക്കി നിൽക്കാതെ ഡോർ ക്ലോസ് ചെയ്യ് എന്ന് പറഞ്ഞ് 2 പേരും ചേർന്ന് ഡോർ പൈപ്പ് കമ്പി വെച്ച് ലോക്ക് ചെയ്യുകയും
ശേഷം പോലീസുകാർ റോസിന്റെ കയ്യിൽ ലോക്ക് അഴിച്ച് മാറ്റുകയും ചെയ്യുന്നു. എന്നിട്ട് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് രണ്ടുപേരും ചർച്ച ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് പുറത്ത് എന്തോ ഇരുമ്പ് നിലത്ത് ഉരക്കുന്ന പോലത്തെ ശബ്ദം കേട്ട് അത് എന്താ എന്ന് പതുക്കെ ഡോറിൽ കാതുവെച്ച് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ആ ഡോർ തകർത്ത് ഒരു വലിയ കത്തി പാഞ്ഞു വരികയാണ്. ജസ്റ്റ് മിസ്, ഇല്ലെങ്കിൽ രണ്ടുപേരും പീസായനെ. എന്നാലും രക്ഷപ്പെട്ടു എന്ന് പറയാറായില്ല. വീണ്ടും വീണ്ടും അവരെ വെട്ടാൻ ആ പിരമിഡ് തലയൻ ശ്രമിക്കുകയാണ്. ഉടഞ്ഞ ഗ്യാപ്പിലൂടെ കൂറകൾ റൂമിലേക്ക് കടക്കാനും തുടങ്ങി. അതേപോലെ ആ ഭീകരൻ ഡോറിന്റെ ലോക്ക് ഊരി മാറ്റാൻ ശ്രമിക്കുമ്പോൾ തീർന്ന്, എല്ലാം ഇപ്പോൾ തീരും എന്ന് കരുതിയാൽ പോലീസുകാരിയുടെ കയ്യിലുള്ള തോക്കെടുത്ത് ചറപ്പറാന്ന് പൊട്ടിച്ചതും കൈക്ക് വെടിയേറ്റ് വേദനിച്ചത് കൊണ്ടാവാം തൽക്കാലം ആ ഭീകരൻ കൈയെടുത്ത് മാറ്റുകയും ചെയ്തു. അതേപോലെ ഇപ്പോൾ അവിടെ മൊത്തം മാറി മറിഞ്ഞ് കൂറകളൊക്കെ അപ്രത്യക്ഷമായി പഴയതുപോലെയായി മാറിയ ശേഷം പോലീസുകാരിയും റോസും പുറത്തേക്ക് ഓടി ഇറങ്ങി നിന്ന്, എടി ഞാൻ ഈ കണ്ടതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ, കണ്ടതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പോലീസുകാരി പറയുമ്പോൾ, മാഡം ഞാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും വിശ്വസിക്ക്. എൻ്റെ മകൾ ഷാരോൺ വലിയ അപകടത്തിലാണ്. അവളെ ഞാനിവിടെ കുറേ തിരഞ്ഞു, പക്ഷെ കണ്ടില്ല. വേറെ ഏതെങ്കിലും സ്കൂളിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് അവളെ കണ്ടുപിടിക്കണം എന്ന് റോസ് പറയുകയാണ്. എന്നാൽ പേടിച്ചു വിറച്ച പോലീസുകാരി, എടി ഈ സ്ഥലത്ത് മനുഷ്യന്റെ തലയും കൈയും കാലും ഒക്കെ ചിതറി കിടക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ മറ്റൊരു മനുഷ്യജീവിയെ ഞാൻ കണ്ടിട്ടില്ല. ഇനി നിന്റെ മകൾ എവിടെയാണുള്ളതെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ റോസിന് നേരത്തെ ടോയ്ലറ്റിൽ മുള്ളുകമ്പിയിൽ കുരുങ്ങിയ കോലിൻ എന്നവന്റെ വായിൽ നിന്നും ഒരു കല്ല് എടുത്തിരുന്നില്ലേ, ആ കല്ലിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ പകുതി മാത്രം കാണാം. എന്നാൽ അതൊരു ഹോട്ടൽ ആണെന്ന് മനസ്സിലാവും. പക്ഷെ ഏത് ഹോട്ടലാണെന്ന് കണ്ടുപിടിക്കണം. അവിടെ എൻ്റെ മകളും ഉണ്ടാവും. ഇതൊരു സൂചനയായിരിക്കും എന്നൊക്കെ റോസ് പറയുമ്പോൾ ഇപ്പോൾ പോലീസുകാരിയും അതിന് സമ്മതിച്ച് ആ ഹോട്ടൽ തപ്പി രണ്ടുപേരും പോവാൻ തുടങ്ങി. ഇതേ നേരം ഹാരി ആണെങ്കിൽ പോലീസിന്റെ കൂടെ വന്നിട്ടും അന്വേഷിച്ച് എവിടെയും ഭാര്യയും മകളെയും കാണാത്തതിനാൽ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം പോലീസ് പറയുന്നു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ഭാര്യയെയും മകളെയും ഞങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിക്കും, എന്നിട്ട് ഉടനെ നിങ്ങളെ അറിയിക്കാം. അത് കേട്ട് ഹാരി തിരിഞ്ഞു നിന്ന്, അതല്ല സർ, നിങ്ങൾ ആ സൈലന്റ് ഹില്ലിനെ കുറിച്ച് പറഞ്ഞത് കുറച്ച് കഥകൾ മാത്രമാണ്, കൂടുതൽ ഒന്നും പറഞ്ഞില്ല, ഞാനത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഹാരി കാറിൽ പോയിക്കൊണ്ടിരിക്കെ ആ സ്ഥലത്ത് ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. അവിടേക്ക് വിളിച്ചിട്ട് എനിക്ക് സൈലന്റ് ഹില്ലിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണം, ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അതൊന്നും പറയാൻ പറ്റില്ല, പോലീസ് അതൊക്കെ പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതേ നേരം റോസും പോലീസുകാരിയും അന്വേഷിച്ച് ഒടുവിൽ ആ ഹോട്ടൽ കണ്ടുപിടിക്കുകയും ആ ഹോട്ടലിൻ്റെ അകത്തേക്ക് പോയപ്പോൾ അന്ന് ഒരു വയസ്സായ ലേഡിയെ കണ്ടിരുന്നില്ലേ, ആ ലേഡിയുടെ ദേഹത്തേക്ക് മറ്റൊരു പെണ്ണ് കല്ല് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തിനാ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അപ്പുറത്തുള്ള വയസ്സായ ലേഡി ഇവരെ നോക്കിയിട്ട്, നിങ്ങളൊക്കെ ചെയ്ത പാപം കാരണമാണ് നിങ്ങളെ ഇവിടെ പിടിച്ചെന്ന് വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം റോസ് പെൺകുട്ടിയോട്, നീ ആരാ, ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് ആനി എന്ന് പറയുകയാണ്. ശരി, ആ വയസ്സായ സ്ത്രീയെ അറിയോ എന്ന് പോലീസുകാരി ചോദിക്കുമ്പോൾ ഇടയിൽ കയറി റോസ് പറയുന്നു, എനിക്ക് ആ സ്ത്രീയെ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടിരുന്നു, അവളുടെ ഒരു മകളെ ആരോ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. അന്നേരം പോലീസുകാരി, നീ എന്താ ഇവിടെ എന്ന് ആനിയോട് ചോദിക്കുമ്പോൾ, ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ മദറിന് ഫുഡ് എടുക്കാനാ ഈ ഹോട്ടലിലേക്ക് വന്നത്. എന്ത്, അപ്പോൾ നിന്നെ പോലെ ഇവിടെ വേറെയും ആൾക്കാരുണ്ടോ? അതെ, നമ്മൾ കുറേ പേർ ഇവിടെയുണ്ട്. ഞങ്ങളെ മദർ ക്രിസ്റ്റബെല്ലയാണ് ചർച്ചിൽ വളർത്തുന്നത്. ശരി, എൻ്റെ മകളെ കാണാനില്ല, നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് റോസ് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ പരിചയമില്ലാത്ത ആരെയും കണ്ടിട്ടില്ല എന്ന് ആനി പറയുകയാണ്. അന്നേരം നിലത്ത് ഒരു വ്യത്യസ്തമായ സിമ്പൽ കാണുകയും, ഇതേ സിമ്പലാണ് ഞാൻ സ്കൂളിലും കണ്ടത്, ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താ എന്ന് ആനിയോട് ചോദിക്കുമ്പോൾ, ഈ സിമ്പൽ ഈ നാട്ടിലെ എല്ലാ കെട്ടിടത്തിലും ഉണ്ടാകും, ഒത്തൊരുമ, വിശ്വാസം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണ്. അങ്ങനെ പോലീസുകാരി അവിടെ ഓരോ ഭാഗവും നിരീക്ഷിക്കുമ്പോൾ നേരത്തെ റോസിന് ഒരു കല്ലിൻ്റെ കഷ്ണം കിട്ടിയിരുന്നില്ലേ, അതേപോലെ ഒരുപാട് കല്ല് കഷ്ണങ്ങളാക്കി ഇട്ടത് കാണുകയാണ്. അതേപോലെ കബോർഡിൽ നിന്നും ഒരു ഡ്രോയിങ് കൂടി കിട്ടുകയാണ്. അത് റോസിൻ്റെ മകൾ ഷാരോൺ വരച്ചതുപോലെയുണ്ട്. അതേപോലെ ആ ഡ്രോയിങ് കിട്ടിയത് 111 എന്ന നമ്പറിലുള്ള താക്കോൽ വെക്കുന്ന കബോർഡിൽ നിന്നാണ്. സോ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അടുത്ത ക്ലൂ കിട്ടി, നമ്മൾ ഇനി 111 നമ്പർ റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി. ഇതേ നേരം ഹാരിയെ കാണാം. നേരത്തെ ഹെൽപ്പ് ലൈനിൽ കോൾ ചെയ്തപ്പോൾ സൈലന്റ് ഹില്ലിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ, അതിനാൽ ഇപ്പോൾ നേരെ അവിടേക്ക് തന്നെ ആരും കാണാതെ പോയി സൈലന്റ് ഹില്ലിനെ കുറിച്ച് അടങ്ങിയ ഡീറ്റെയിൽസ് ഉള്ള പോലീസ് റെക്കോർഡ് ബുക്ക് എടുത്ത് അതിലുള്ള ഫോട്ടോസൊക്കെ കണ്ട ഹാരിക്ക് ഒരു വലിയ ഷോക്ക്. എന്തെന്നാൽ
എന്നാൽ ഹാരിയും റോസും ദത്തെടുത്ത് വളർത്തിയ ഷാരോൺ എന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവളെപ്പോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ ഫോട്ടോ അതിലുണ്ട്. എന്നാൽ ആ പെൺകുട്ടിയുടെ പേര് അലസ. 1974 ആ ഫോട്ടോ എടുത്തതും ഷാരോണിനെ പോലെ തന്നെ ഉള്ളതിനാൽ തീർച്ചയായും ഷാരോണിനും അലസയ്ക്കും എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി 9 വർഷം മുൻപ് ഷാരോണിനെ ദത്തെടുത്ത അനാഥാലയത്തിൽ പോയാൽ ഷാരോണിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടും എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഇതേ നേരം പ്രേതലോകത്ത് റോസും ആനിയും പോലീസുകാരിയും ചേർന്ന് ഹോട്ടലിലെ 111 നമ്പർ റൂം അന്വേഷിച്ച് നോക്കിയെങ്കിലും ട്വിസ്റ്റ് എന്തെന്നാൽ എത്ര അന്വേഷിച്ച് നോക്കിയാലും 109, 110 അത് കഴിഞ്ഞ് 111 നമ്പർ റൂമിന് പകരം 112 നമ്പർ റൂമാണ് കാണുന്നത്. 111 നമ്പർ റൂം കാണാനില്ല. എന്താ കഥ എന്നറിയാതെ റോസ് നോക്കുമ്പോൾ അവിടെ മുൾക്കമ്പി കൊണ്ട് ചുറ്റി തീയിട്ട് കത്തിക്കുന്ന പോലെ ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുകയും അതിനെന്താ അർത്ഥം എന്ന് ആനിയോട് ചോദിക്കുമ്പോൾ അത് ഒരു കൊടൂരമായ മന്ത്രവാദിനിയെ തീയിട്ട് കത്തിച്ച് കൊല്ലുന്ന ചടങ്ങാണ്. ആ ചടങ്ങ് പല വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ ചെയ്തതാണ്. അതിനുശേഷം ഈ നാട്ടിൽ ദുഷ്ടശക്തികളുടെ എണ്ണവും കുറഞ്ഞു വന്നിരുന്നു. ഇപ്പോൾ റോസിന് ആ തീയിട്ട് കത്തുന്ന മന്ത്രവാദിനിയുടെ ഫോട്ടോ കാണുമ്പോൾ തൻ്റെ മകൾ ഷാരോൺ വരച്ച ചിത്രമാണ് ഓർമ്മ വരുന്നത്. ഷാരോണും അതേപോലൊരു ചിത്രവും വരച്ചിരുന്നു. അതിനാൽ സംശയം തോന്നിയ റോസ് ആ ചിത്രത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി മന്ത്രവാദിനിയുടെ ചിത്രം കീറി മുറിച്ച് നോക്കുമ്പോൾ ദേ 111 നമ്പർ റൂം. എന്തിനായിരിക്കും ഈ റൂം ഇത്രയും രഹസ്യമാക്കി വച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ച് ആ റൂമിൽ കടക്കാൻ തീരുമാനിച്ച് പോകാൻ നോക്കുമ്പോൾ ആ റൂമിൽ നിന്നും അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. താഴെ വീണാൽ കഥയും തീരും. അങ്ങനെ അടുത്ത ബിൽഡിങ്ങിലേക്ക് കുതിച്ചു ചാടി നോക്കുമ്പോൾ ആ സ്ഥലം പഴയ ഒരു ഫാക്ടറി പോലെയുണ്ട്. അതേപോലെ തീ പിടിച്ച് കത്തി നശിച്ചതുപോലെയുമുണ്ട്. അന്നേരം പെട്ടെന്ന് ഒരു കുട്ടിപ്പെണ്ണ് ഓടുന്നതായി കാണുകയും ആരാ നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് റോസ് പുറകെ ഓടാൻ തുടങ്ങി. ഓടിപ്പോയി നോക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വശത്ത് ഇരുന്ന് കരയുന്നതായി കാണുകയാണ്. എടി കുഞ്ഞെ, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, നിന്നെ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പൊട്ടി പാളിസായി കിടക്കുന്ന ബിൽഡിങ്ങിന്റെ കമ്പിയിൽ ചവിട്ടി എങ്ങനെയൊക്കെയോ ആയി അവളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ റോസിന് ഷോക്ക്. എന്തെന്നാൽ അവളെ കാണാൻ റോസിന്റെ മകളെ പോലെ തന്നെയുണ്ട്. നീ ആരാ? നീയാണോ അലസ? അപ്പോൾ നീ ഷാരോണിന്റെ കൂടെ പിറന്ന ട്വിൻ സിസ്റ്റർ ആണോ? ഷാരോൺ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് 2 കൈയും നീട്ടി എന്നെ നോക്ക്, എൻ്റെ ശരീരം കത്തി എരിയുന്നത് കാണുന്നില്ലേ? അത് കണ്ട് റോസ് ഭയന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ ആ പെണ്ണിനെ കാണാനില്ല. അന്നേരം പോലീസുകാരി അവിടെ എത്തി ഒരു കയറിട്ട് കൊടുത്ത് അത് പിടിച്ച് റോസ് മറ്റേ വശത്തേക്ക് എത്തി നിൽക്കുമ്പോൾ എന്തിനാ അവിടേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ ആ വയസ്സായ ലേഡിയുടെ മകളെ അലസയെ ഞാനവിടെ കണ്ടു, ശരിക്കും അവളാണ് നമ്മളെ ഇവിടെ എത്തിച്ചത് എന്ന് പറയുകയാണ്. എന്ത് അവളോ? അതെങ്ങനെ? ഞാൻ കാറിൽ വന്നുകൊണ്ടിരിക്കെ അലസയാണ് കാറിന് മുന്നിൽ ചാടി എൻ്റെ കാർ ആക്സിഡന്റ് ആയത്. അതവൾ മനഃപൂർവ്വം വഴി തെറ്റിച്ചതാണ്. അതിനുശേഷം കണ്ണു തുറന്നപ്പോഴാണ് ഈ സ്ഥലത്തെത്തിയത് എന്നൊക്കെ റോസ് പറഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ഒരു സിമ്പിൾ ഇവിടെ ഗേറ്റിലും കാണുകയും പെട്ടെന്ന് പ്രാവുകൾ ഒക്കെ പറക്കാൻ തുടങ്ങി. എന്തോ അപകടം മനസ്സിലാക്കി 3 പേരും ആ സ്ഥലത്ത് നിന്നും ഓടാൻ തുടങ്ങി. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ചർച്ച് ലക്ഷ്യമാക്കിയാണ് ഓടുന്നത്. ഓടി ചർച്ചിന്റെ മുന്നിൽ എത്തിയപ്പോൾ റോസിന് ആ ചർച്ച് അതിനെ കാണുമ്പോൾ മകൾ ഷാരോൺ വരച്ച ചിത്രം ഓർമ്മയിൽ വരികയാണ്. അന്നേരം ഇവരെ പോലെ ജീവനുള്ള ഒരുപാട് പേർ ചർച്ചിലേക്ക് ഭയന്ന് ഓടി എത്തുകയാണ്. നാട്ടിൽ എന്തെങ്കിലും അപകടം വരുമ്പോൾ ചർച്ചിൽ നിന്നും പ്രത്യേക വെളിച്ചം പുറപ്പെടുവിക്കും. അങ്ങനെയാണ് എല്ലാവരും ഇവിടേക്ക് ഓടി വരുന്നത്. ചർച്ചിനകത്ത് കയറിയാൽ അപകടം ഉണ്ടാവില്ല. റോസിനെ കൂട്ടി പോലീസുകാരി ചർച്ചിലേക്ക് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ വയസ്സായ ലേഡി തടുത്തു നിർത്തിയിട്ട് നിങ്ങൾ അവരുടെ കൂടെ പോകരുത്, അവരൊക്കെ തെറ്റ് ചെയ്തവരാണ്, ചതിയന്മാരാണ്, പാപികളാണ്, നിങ്ങളും അവരുടെ കൂടെ ചേർന്നാൽ അവർക്ക് കിട്ടിയ ശാപവും നിങ്ങൾക്കും കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ വീണ്ടും ആനി കല്ലെടുത്ത് ആ ലേഡിയുടെ തലയ്ക്ക് എറിയുകയും ചെയ്തു. അന്നേരം ആ ലേഡിയെ റോസ് താങ്ങി പിടിച്ച് ദേ നോക്ക്, നിങ്ങളുടെ മകളെ ഞാൻ കണ്ടു, അലസയെ ഞാൻ കണ്ടു, അവൾ മരിച്ചുപോയി അല്ലേ, അവളുടെ ആത്മാവിനെ ഞാൻ കണ്ടു, അവൾക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട്, അതിൽ നീ ഏതാ തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം എന്നൊക്കെ വ്യത്യസ്തമായി ആ ലേഡി പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ സ്ഥലം വീണ്ടും വ്യത്യസ്തമായി മാറാൻ തുടങ്ങി. മഴയും ഇരുട്ടും വന്ന് മൂടുമ്പോൾ ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി പോലീസുകാരിയും റോസും നേരെ ചർച്ചിലേക്ക് ഓടിപ്പോവുകയാണ്. ആനി ആണെങ്കിൽ കല്ലെടുത്ത് വയസ്സായ ലേഡിക്ക് വീണ്ടും എറിയാൻ നോക്കുമ്പോൾ ദേ പുറകിൽ ആ പിരമിഡിന്റെ രൂപത്തിലുള്ള ഭീകരൻ വന്ന് ആനിയെ പിടികൂടി നിൽക്കുന്നു. ചർച്ചിൽ കയറിയതിനാൽ റോസും പോലീസുകാരിയും രക്ഷപ്പെട്ടു. എന്നാൽ ആനിയെ ആ ഭീകരൻ പിടികൂടി അവളുടെ ശരീരത്തിലെ തോല് ഊരിമാറ്റി വലിച്ചെറിഞ്ഞ് കൊല്ലുകയും ചെയ്തു. അതേപോലെ ആ ഭീകരൻ ഒരു സാധാരണ മനുഷ്യൻ അല്ലാത്തതിനാൽ ചർച്ചിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. ചർച്ചിൽ കയറിയതിനാൽ റോസും
പോലീസുകാരിയും രക്ഷപ്പെട്ടു എന്ന് കരുതുമ്പോൾ മറ്റൊരു ട്വിസ്റ്റ്. ഇപ്പോൾ ചർച്ചിലുള്ള എല്ലാവരും രണ്ടുപേരെയും നോക്കി ഇവർ മന്ത്രവാദിനികളാണ്, ഇവരെ ചർച്ചിനകത്ത് കയറ്റാൻ പാടില്ല, പുറത്തു പോ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാരിയുടെ കയ്യിൽ തോക്കുണ്ടല്ലോ, നേരെ മേലോട്ട് പിടിച്ച് പൊട്ടിച്ചപ്പോൾ എല്ലാവരും സൈലന്റ് ആവുകയും അവിടേക്ക് എല്ലാവരും ദൈവത്തെ പോലെ കാണുന്ന മദർ ക്രിസ്റ്റബെല്ല അവിടേക്ക് വരികയും ചെയ്തു. അന്നേരം ഒരുത്തി, മദർ, നമ്മുടെ ആനിയെ ആ പിശാച്ച് പിടിച്ചു, തോലൂരി കൊടൂരമായി കൊന്നു, അതിന് കാരണം ആ രണ്ടു പേരാണ് എന്ന് റോസിനെയും പോലീസുകാരിയെയും ചേർത്ത് പറയുമ്പോൾ, ഏയ് അല്ല, ആനിയാണ് തെറ്റുകാരി. നിയമപ്രകാരം ആ ഒരു ഇരുണ്ട സമയത്ത് ചർച്ചിന് പുറത്ത് നിന്നത് കൊണ്ടാണ് ആനിയെ പിശാച്ച് പിടിച്ചത്, അത് അവളുടെ തെറ്റാണ്. ഇനി ആനിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പോയി ക്രിസ്റ്റബെല്ല നടുവിൽ മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു വലിയ പ്രകാശം തെളിയുകയാണ്. ഇതേ നേരം ഭൂമിയിൽ ഹാരി ഒടുവിൽ ഷാരോണിനെ കുറിച്ച് അറിയാൻ ആശ്രമത്തിൽ എത്തുകയും ചെയ്തു. എന്നിട്ട് അവിടെയുള്ള വാർഡനോട്, മേഡം, ഞാൻ 9 വർഷം മുൻപ് ഇവിടുന്ന് ഷാരോൺ എന്നൊരു പെൺകുട്ടിയെ ദത്തെടുത്തിരുന്നു. എന്നാൽ ഷാരോണിന്റെ മുഖവും 1974 ജനിച്ച അലസ എന്നൊരു പെൺകുട്ടിയുടെ മുഖവും തമ്മിൽ കാണാൻ ഒരേപോലെയുണ്ട്. ഇവർക്ക് തമ്മിൽ എന്താ ബന്ധം? ഷാരോണിനെ കുറിച്ച് എന്തോ ഒരു രഹസ്യം നിങ്ങൾ ഞങ്ങളോട് മറച്ചു വെച്ചു, പറ എന്താ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ കുട്ടികളെക്കുറിച്ച് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറയാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കില്ല എന്ന് വാർഡൻ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് നേരത്തെ ഹാരിയെ സൈലന്റ് ഹില്ലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ പോലീസുകാരൻ വരികയാണ്. കാരണം ഹാരി സൈലന്റ് ഹില്ലിന്റെ പോലീസ് റെക്കോർഡ് ഫയൽ മോഷ്ടിച്ചിരുന്നില്ലേ, അത് മനസ്സിലാക്കി ഹാരിയെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. സർ, ഏകദേശം 30 വർഷം മുൻപ് അലസ എന്ന പെണ്ണ് സൈലന്റ് ഹില്ലിൽ മരിച്ചു പോയതാണ്. തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ട അലസയെ കാണാൻ എൻ്റെ മകളെ പോലെയുണ്ട്. ഇതിനൊക്കെ എന്താ അർത്ഥം? എൻ്റെ മകൾ ഷാരോണിനും അലസയ്ക്കും തമ്മിൽ എന്താ ബന്ധം എന്ന് പോലീസിനോട് ചോദിക്കുമ്പോൾ, മിസ്റ്റർ ഹാരി, താങ്കൾ വേണ്ടാത്ത കാര്യത്തിലാണ് തലയിടുന്നത്. നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്ന്, പോലീസ് റെക്കോർഡ് ഫയൽ മോഷ്ടിച്ചതിന് നിന്നെ ജയിലിൽ ഇടാം. രണ്ടാമത്, ഞാൻ ക്ഷമയോടെ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ നിന്റെ ഭാര്യയെയും മകളെയും കഷ്ടപ്പെട്ട് ഞാൻ കണ്ടെത്തി തരാം എന്ന് പോലീസ് പറയുകയാണ്. അന്നേരം, അതൊക്കെ ഇരിക്കട്ടെ സർ, ആ സൈലന്റ് ഹില്ലിനെ കുറിച്ച് എന്തോ ഒരു കാര്യം എന്നിൽ നിന്നും നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ടല്ലോ. ശരിക്കും ആ സൈലന്റ് ഹില്ലിൽ എന്താ നടന്നതെന്ന് എന്നോട് എന്താ പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ കയ്യിലെ 2 ഗ്ലൗസ് ഊരി മാറ്റി കാണിക്കുമ്പോൾ നോക്കിയാൽ കയ്യിൽ തീ കൊണ്ട് പൊള്ളിയ പാട് കാണാം. അലസ എന്ന പെൺകുട്ടി തീയിൽ എത്ര കൊടൂര വേദന അനുഭവിച്ചു എന്ന് എനിക്ക് നന്നായി അറിയാം. അതിനാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും ചികഞ്ഞ് എടുക്കാൻ നിൽക്കണ്ട, അത് നിന്നെ വലിയ ആപത്തിൽ കൊണ്ടുപോയി വിടും എന്നൊക്കെ പോലീസുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കെ ഇതേ നേരം പ്രേതലോകത്ത് ചർച്ചിൽ ക്രിസ്റ്റബെല്ല പ്രാർത്ഥന ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ശേഷം റോസിനോടും പോലീസുകാരിയോട് സംസാരിക്കാൻ വന്നു നിൽക്കുകയാണ്. റോസ് നടന്ന കാര്യങ്ങളൊക്കെ ക്രിസ്റ്റബെല്ലയോട് പറയാൻ തുടങ്ങി. ഞാനും എൻ്റെ മകളുമാണ് സൈലന്റ് ഹില്ലിലോട്ട് വന്നത്, എന്നാൽ എൻ്റെ മകളെ കാണാതായി. എവിടെയാണെന്ന് എനിക്ക് ഇതുവരെയായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ നിങ്ങൾക്ക് എൻ്റെ മകൾ എവിടെയാ ഉള്ളതെന്ന് അറിയോ? എനിക്ക് അവളെ രക്ഷിക്കണം എന്നൊക്കെ റോസ് പറയുമ്പോൾ, എന്ത്, നിന്റെ മകളോ? രക്ഷിക്കാൻ പോകുകയാണോ? അതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല, എന്തെന്നാൽ അവൾ ഡീമൻ്റെ പക്കലാണുള്ളത് എന്ന് ക്രിസ്റ്റബെല്ല പറയുകയാണ്. ഡീമനോ? എങ്കിൽ ആ ഡീമൻ എവിടെയാ ഉള്ളതെന്ന് പറ, ഞാനവിടെ പോയി എൻ്റെ മകളെ രക്ഷിച്ചു കൊണ്ടുവരാം. ഏയ് ചെല്ലക്കുട്ടി, അത് അത്ര സിമ്പിളല്ല. ഈ സൈലന്റ് ഹില്ലിൻ്റെ നിയമം തന്നെ വേറെയാണ്. നീ ഈ ചർച്ചിൽ നിൽക്കുന്ന അത്രയും നാൾ നിനക്ക് ഒരു അപകടവും ഉണ്ടാവില്ല. എന്നാൽ വെളിച്ചം അവസാനിച്ചതിന് ശേഷം നീ ചർച്ചിന് പുറത്ത് നിന്നാൽ ആനിക്ക് എന്താ സംഭവിച്ചത് എന്ന് നീ തന്നെ കണ്ടതല്ലേ. അതേപോലെ നിങ്ങളുടെ ജീവനും പോകും, നിന്റെ മകളുടെ ജീവനും പോകും. എൻ്റെ ജീവൻ പോയാൽ കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞ് റോസ് വാശി പിടിക്കുമ്പോൾ, ശരി, നിന്റെ മകൾ എവിടെയാ ഉള്ളത് എന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഡീമനെ കീഴ്പ്പെടുത്തി നിന്റെ മകളെ രക്ഷിക്കുന്ന കാര്യം നിന്റെ കയ്യിലാണുള്ളത് എന്ന് പറഞ്ഞ് അവിടെ റോസിൻ്റെ മാല നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. അത് ക്രിസ്റ്റബെല്ല എടുത്ത് കൂടെ കാവൽക്കാരെയും കൂട്ടിയിട്ട് അടുത്തുള്ള ഒരു പഴയ ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും പോവുകയാണ്. അവിടെ എത്തി ഒരു മാപ്പ് കാണിച്ച് B151 എന്ന ബേസ്മെന്റിലാണ് സാത്താൻ നിന്റെ മകളെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. ആ സാത്താനെ കാണാൻ ഒരു ചെറിയ പെൺകുട്ടിയെ പോലെയാണുള്ളത്. അവൾ നിന്നോട് കള്ളം പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കും. സോ അതൊന്നും വിശ്വസിക്കാതെ നിന്റെ വിശ്വാസത്തെ മാത്രം വിശ്വസിക്ക്. അതേപോലെ നീയും നിന്റെ മകളും ജീവനോടെ തിരിച്ചു വരാൻ ഞാനും ചർച്ചിൽ പോയി പ്രാർത്ഥിക്കാം. പിന്നെ ആ സ്ഥലം നീ നല്ല പോലെ ഓർമ്മയിൽ വെക്ക്. എന്തെന്നാൽ ഈ നാട് സാത്താന്റെ കൺട്രോളിൽ ആവുമ്പോൾ ഈ നാട് മൊത്തമായി മാറും, കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥലമായി മാറും. അതിനാൽ ഇവിടെ ഈ സ്ഥലം മറന്നു പോയാൽ നിനക്ക് പിന്നെ രക്ഷയുണ്ടാവില്ല. അത് കേട്ട് മാപ്പ് നോക്കി ചർച്ച് ഉള്ള സ്ഥലവും ചർച്ചിൽ നിന്നും ബേസ്മെന്റിലേക്ക് പോകുന്ന ആ വഴികളൊക്കെ മനസ്സിൽ പഠിച്ചു വെച്ച് നിൽക്കുമ്പോൾ, എടി നീ പോയേ ആകണോ? ഇത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്, ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പോലീസുകാരി പറയുമ്പോൾ, എനിക്ക് എൻ്റെ മകളുടെ ജീവനാണ് വലുത്, എനിക്ക് എന്ത് സംഭവിച്ചാലും അവളെ രക്ഷപ്പെടുത്തിയേ ഞാൻ വരൂ എന്ന് പറഞ്ഞ് റോസ് താഴെ ഇറങ്ങാനുള്ള ലിഫ്റ്റിനു വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അന്നേരം
കൂടെയുള്ള മാസ്ക് ധരിച്ച കാവൽക്കാരൻ ഒരുത്തൻ റോസിന്റെ കയ്യിൽ ഒരു ടോർച്ച് ലൈറ്റ് കൊടുത്ത് ഇത് സൂക്ഷിച്ച് കയ്യിൽ വെക്ക്, ചില നേരത്ത് ഈ ടോർച്ച് ആയിരിക്കും നിന്റെ ജീവൻ തന്നെ രക്ഷിക്കുന്നത് എന്ന് പറയുകയാണ്. അന്നേരം ക്രിസ്റ്റബെല്ല റോസിന്റെ മാല നേരത്തെ ചർച്ചിൽ നിന്നും കളഞ്ഞു കിട്ടിയത് എടുത്തിരുന്നില്ലേ, അത് റോസിന് കൊടുക്കാൻ നോക്കുമ്പോൾ ആ മാലയുടെ ലോക്കറ്റിലുള്ള ഷാരോണിന്റെ ഫോട്ടോ കണ്ട് ഞെട്ടുകയും മുഖമെല്ലാം മാറി ഏയ് ഇവൾ മന്ത്രവാദിനിയെ തേടിയാണ് വന്നിരിക്കുന്നത്, ഇവൾ മന്ത്രവാദിനിയാണ്, ഇവളെ പിടിച്ചു നിർത്ത് എന്ന് പറഞ്ഞതും എല്ലാവരും പിടികൂടാൻ നോക്കുമ്പോൾ പോലീസുകാർ ഇടപെട്ട് കാവൽക്കാരെ അടിച്ച് റോസിനെ ലിഫ്റ്റിൽ കയറ്റി ഡോർ അടച്ച് വിടുകയും ചെയ്തു. എന്നിട്ട് കയ്യിലുള്ള തോക്ക് വെച്ച് എല്ലാവരെയും ഷൂട്ട് ചെയ്യാം എന്ന് നോക്കുമ്പോൾ അതിൽ ബുള്ളറ്റ്സ് ഇല്ല. പിന്നെ എന്ത് പറയാൻ, കാവൽക്കാർ പോലീസുകാരിയെ ഇട്ട് ലാമ്പുകയും ചെയ്തു. റോസ് കയറിയ ലിഫ്റ്റ് ആണെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ പോലെ മരണ സ്പീഡിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ബേസ്മെന്റിൽ എത്തി ലിഫ്റ്റ് ഓപ്പൺ ആവുകയും റോസ് പതുക്കെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ സ്ഥലം കാണാൻ രക്തക്കറയും തുരുമ്പും ഒക്കെയായി ആകെ വികൃതമായ സ്ഥലമാണ്. എന്ത് വന്നാലും മകളെയും കൊണ്ടേ പോകൂ എന്ന് ധൈര്യം സംഭരിച്ച് അവിടെയുള്ള ഓരോ വാർഡും നോക്കി അന്വേഷിക്കാൻ തുടങ്ങി. അന്നേരം ദേ ഒരു വശത്ത് ഹോസ്പിറ്റലിലെ എല്ലാ നഴ്സുമാരും മരിച്ചതുപോലെ നിൽക്കുന്നു. റോസ് അവരുടെ നേർക്ക് ലൈറ്റ് അടിച്ച് നോക്കി പെട്ടെന്ന് അവർ എല്ലാവരും പ്രേതമായി മാറി റോസിൻ്റെ അടുത്തേക്ക് കൊലവെറിയിൽ വരാൻ തുടങ്ങി. അന്നേരമാണ് റോസിന് ആ കാര്യം മനസ്സിലായത്. ടോർച്ച് ലൈറ്റിൻ്റെ വെളിച്ചം കാരണമാണ് പ്രേതം വരുന്നത്. അങ്ങനെ ഓഫ് ചെയ്തപ്പോൾ നോക്കിയാൽ ദേ എല്ലാ പ്രേതങ്ങളും പഴയതുപോലെ പ്രതിമയെപ്പോലെ സൈലൻ്റായി സ്റ്റക്കായി നിൽക്കുന്നു. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പ്രേതങ്ങൾക്കിടയിലൂടെ അപ്പുറത്തേക്ക് കടക്കണം. അഥവാ പ്രേതം വീണ്ടും ഉണർന്നാൽ കഥ തീർന്നത് തന്നെ. അങ്ങനെ ഒരു വിധത്തിൽ പ്രേതങ്ങൾക്ക് ഇടയിലൂടെ ഭയത്തോടെ നടന്ന് അപ്പുറത്തേക്ക് എത്താനായപ്പോൾ അറിയാതെ ഒരു പ്രേതത്തിൻ്റെ കാലിൽ ചവിട്ടി പോവുകയും ആ പ്രേതം കത്തിയെടുത്ത് കണ്ണ് കാണാത്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശി വെട്ടാൻ തുടങ്ങി. കൂടെയുള്ള പ്രേതങ്ങളും പരസ്പരം മാറി മാറി വെട്ടാൻ തുടങ്ങി. വെളിച്ചമില്ലാത്തതിനാൽ കണ്ണ് കാണാത്ത പ്രത്യേക തരം പ്രേതങ്ങളാണ് ഇവർ. ആ ഒരു ഗ്യാപ്പിൽ റോസ് അവിടുന്ന് രക്ഷപ്പെടാൻ ഓടിപ്പോയി മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അവളുടെ മുഖത്തേക്ക് ഒരു ശക്തമായ വെളിച്ചം തട്ടുകയാണ്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താ നടന്നത് എന്ന് കാണിക്കുന്നത്. അലസ എന്നൊരു പെൺകുട്ടി ഇതേ നാട്ടിൽ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ഒരു വലിയ സ്കൂളിൽ പഠിച്ചിട്ടുമുണ്ട്. എന്നാൽ അലസ മറ്റു കുട്ടികളെ പോലെ അല്ല, സൈലൻ്റാണ്. ചിരിയും കളിയും അധികമൊന്നുമില്ല. അതിനാൽ ബാക്കി കുട്ടികളൊക്കെ അവളെ നോക്കി. അലസയ്ക്ക് അച്ഛനില്ല, അവളൊരു മന്ത്രവാദിനിയാണ്, കൂടോത്രം ചെയ്യുന്നവളാണ്, ഇവളെ കൊല്ലണം, തീയിട്ട് കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കി ടോർച്ചർ ചെയ്യുകയാണ്. അതിനാൽ വിഷമിച്ച് നേരെ ടോയ്ലറ്റിൽ പോയി ഇരുന്ന് കരയുമ്പോൾ അത് ഒരു ക്ലീനിങ് സ്റ്റാഫ് ആയ കോലിൻ എന്നൊരുത്തൻ കാണുകയും ആ അലവലാതി നേരെ പോയി അലസയെ കൊടൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. എന്നാൽ അക്കാര്യം അലസയുടെ അമ്മയ്ക്ക് അറിഞ്ഞിട്ടും അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അമ്മയും മകളും അല്ലാതെ തുണയായി വേറെ ആരും തന്നെ അവർക്ക് ഇല്ല. അന്നേരം അവിടേക്ക് സ്കൂളിലെ HM വരികയാണ്. ആ HM വേറെ ആരുമല്ല, നമ്മൾ നേരത്തെ കണ്ട മദർ ക്രിസ്റ്റബെല്ലയാണ്. അലസയുടെ ശരീരത്തിൽ ഒരു ദുഷ്ടശക്തിയുണ്ട്, അതിനെ ഒഴിപ്പിക്കണം, ഇല്ലെങ്കിൽ ആപത്താണ് എന്ന് അലസയുടെ അമ്മയോട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അലസയെ കൂട്ടി 113 നമ്പർ റൂമിലേക്ക് കൊണ്ടുപോവുകയും പോകുന്നതിന് മുൻപ് അലസയുടെ അമ്മയോട് ഇനി നിങ്ങൾ അകത്തേക്ക് വരണ്ട, അലസയുടെ ശരീരത്തിലെ പിശാച്ചിനെ ഞാൻ ഒഴിപ്പിക്കാം, നിങ്ങൾ ആ സ്ഥലത്ത് നിൽക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് അമ്മയെ പുറത്ത് നിർത്തി അലസയെ കൂട്ടി 111 നമ്പർ റൂമിലേക്ക് കൊണ്ടുപോയി ചെയ്തത് ഒരു വലിയ കൊടൂര കാര്യമാണ്. വലിയ ഒരു ഇരുമ്പ് പാത്രത്തിൽ തീയിട്ട് അതിനു മുകളിൽ ഇരുമ്പ് പലക വെച്ച് അതിനു മുകളിൽ അലസയെ കിടത്തി നിർത്തുകയായിരുന്നു. അതായത് ഹോട്ടലിൽ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ അലസയെ കനലിൽ ചുട്ട് എടുക്കുകയായിരുന്നു. കൊടൂരം അല്ല, അതുക്കും മേലെ. അങ്ങനെ ക്രിസ്റ്റബെല്ല ആ ബലി നൽകുന്നതിനിടയിൽ ഇരുമ്പ് ചട്ടി ഇളകി വീഴുകയും കനൽ തെറിച്ച് അവിടെ മൊത്തം തീ പിടിക്കാൻ തുടങ്ങി. അതറിഞ്ഞ് പോലീസുകാർ എത്തി. അലസ തീയിൽ കത്തി ഇല്ലാതാവുന്നത് കണ്ട പോലീസുകാരൻ അലസയെ രക്ഷിക്കാനായി ഇരുമ്പ് പലകയിൽ പിടിച്ചപ്പോഴാണ് അയാളുടെ കൈയിൽ പൊള്ളൽ ഉണ്ടായത്. അയാളുടെ കൈ അത്രയും പൊള്ളി ഉരുകിയിട്ടുണ്ടെങ്കിൽ അലസയുടെ ശരീരം മൊത്തം ഏത് രീതിയിലായിട്ടുണ്ടാവും എന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അതൊക്കെ കണ്ട് അലസയുടെ അമ്മ ആ അമ്മയെ ആണ്
വയസ്സായ ലേഡിയെ പോലെ കണ്ടത്. ആ അമ്മ മനം നൊന്ത് അലറി കരയുകയാണ്. എന്നാൽ മറ്റൊരു കൊടൂരം എന്തെന്നാൽ അലസ ഇതുവരെയായിട്ടും മരിച്ചിട്ടില്ല. ഉരുകുന്ന ആ ഇരുമ്പ് പലകയിൽ അവളുടെ ശരീരം ഉരുകി ഒട്ടി നിൽക്കുകയാണ്. മരണത്തിനും ജീവനും ഇടയിൽ കൊടൂര മരണവേദന അനുഭവിക്കുകയാണ് അവൾ. അങ്ങനെയാണ് അന്ന് അവിടേക്ക് ഒരു ഡീമൻ വന്ന്, ആ ഭീകര രൂപമുള്ള ഡീമൻ വന്ന്, അതും അലസയുടെ രൂപത്തിലാണ് വന്നത്. വന്നിട്ട് അലസയോട്, നിനക്ക് ഈ നാട്ടിലെ ജനങ്ങൾ എന്തൊക്കെ ദ്രോഹം ചെയ്തോ അതിൻ്റെ 100 ഇരട്ടി തിരിച്ചും ദ്രോഹം ചെയ്ത് പക വീട്ടാം. നിന്നെ ഞാൻ അതിന് സഹായിക്കാം. അതിന് നീ എൻ്റെ കൂടെ ചേരുന്നോ എന്നൊക്കെ ഡീമൻ അലസയോട് ചോദിച്ച് നിൽക്കുമ്പോൾ മരണവേദനയിലുള്ള അലസ അവളുടെ രൂപത്തിൽ വന്ന ഡീമൻ്റെ നേർക്ക് സഹായത്തിന് കൈ നീട്ടുകയും ഡീമൻ അലസയുടെ കയ്യിൽ പിടിച്ച് രക്ഷിച്ച് കൂടെ കൂട്ടുകയായിരുന്നു. അതിനുശേഷമാണ് സൈലന്റ് ഹില്ല് ആകെ നാശമാക്കി ഒരു നരകം പോലെയായി മാറിയത്. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഒരു ഫ്ലാഷ് പോലെ ഇപ്പോൾ റോസിൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ അലസയുടെ ശരീരം ഉണ്ട്. അവിടെ ഒരു നഴ്സ് അലസയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ആ നഴ്സ് ഒന്നും പറയാതെ ഒരു വശത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരെ സ്ട്രക്ചറിൽ ആരാ ഉള്ളതെന്ന് എത്തി നോക്കുമ്പോൾ തീയിൽ വെന്ത് കരിഞ്ഞിരിക്കുന്ന അലസയുടെ ശരീരമാണ്. അന്നേരം ഇടയ്ക്കിടയ്ക്ക് റോസിൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ പെൺകുട്ടി വരാറുണ്ടായിരുന്നില്ലേ? അവൾ വന്ന് റോസിനോട്, അലസയെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, അവൾ നിങ്ങളെ ഉപദ്രവിക്കില്ല, അവൾക്ക് നിങ്ങളുടെ സഹായമാണ് വേണ്ടത് എന്ന് പറയുകയാണ്. ശരി, ഇത് അലസയാണെങ്കിൽ നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പേരുകളുണ്ട്, എന്നാലിപ്പോൾ അലസയുടെ ഡാർക്ക് ക്ലോണാണ് ഞാൻ എന്ന് നിങ്ങൾ കരുതിയാൽ മതി എന്നവൾ പറയുകയാണ്. യഥാർത്ഥത്തിൽ അത് ഡീമനാണ്. ശരി, എൻ്റെ മകൾ ഷാരോൺ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ, എന്ത് നിന്റെ മകളോ? നിന്റെ മകളല്ല അവൾ, അലസയുടെ മകളാണ്. അലസയുടെ കുഞ്ഞിനെ ഞങ്ങളാണ് ആശ്രമത്തിൽ കൊണ്ടുവച്ചത്. അത് അവളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ആശ്രമത്തിൽ കൊണ്ടുവിട്ട അലസയുടെ കുഞ്ഞിനെയാണ് നീ ദത്തെടുത്ത് വളർത്തിയത്. അങ്ങനെ ഇപ്പോൾ ഡീമൻ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ കേട്ട്, ശരി, എന്ത് നേടാനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നിന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. നോക്ക്, അത്ര ചെറുപ്പത്തിൽ അലസ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു തെറ്റും ചെയ്യാത്ത അലസയ്ക്ക് ആ ക്രിസ്റ്റബെല്ലയും നാട്ടുകാരും ചേർന്ന് കൊടൂര ശിക്ഷയല്ലേ കൊടുത്തത്? അവരെ ഞങ്ങൾ വെറുതെ വിടണോ? അതിനു വേണ്ടിയാണ് ഷാരോണിനെ ഞങ്ങൾ ആശ്രമത്തിൽ ഒളിപ്പിച്ചു വെച്ചത്. ഞങ്ങളുടെ ലക്ഷ്യം പകവീട്ടൽ മാത്രമാണ്. അതിന് നിന്നെ ഒരു സഹായി ആയുമാണ് ഞാൻ കണ്ടത്. ഇനിയിപ്പോൾ അവരെയൊക്കെ നശിപ്പിക്കാനുള്ള നേരവും വന്നിരിക്കുന്നു. അതേപോലെ ക്രിസ്റ്റബെല്ല ഒരിക്കൽ റോസിന്റെ മാലയിലെ ലോക്കറ്റിലുള്ള ഫോട്ടോ കണ്ടപ്പോൾ ഭയന്നത് ഷാരോണിനെ കാണാൻ അവളുടെ യഥാർത്ഥ അമ്മയായ അലസയെ പോലെ തന്നെയാണല്ലോ ഉള്ളത്. അതിനാലാണ് മന്ത്രവാദിനിയാണ് എന്ന് പറഞ്ഞ് റോസിനെ ആക്രമിക്കാൻ നോക്കിയത്. അലസയെ എങ്ങനെയാണോ തീയിലിട്ട് പൊള്ളിച്ചതോ അതേപോലെ ക്രിസ്റ്റബെല്ലയെയും കൊടൂരമായി കൊല്ലണം. അതിനു മുൻപ് നീ വേണം അലസയെ സഹായിക്കാൻ എന്ന് പറയുമ്പോൾ, ഞാനെങ്ങനെയാ എന്ന് റോസ് ചോദിക്കുമ്പോൾ, ഞാൻ ഡീമനാണ്, മനുഷ്യനല്ല. അതിനാൽ ദൈവികമായ ചർച്ചിലേക്ക് എനിക്ക് കടക്കാൻ പറ്റില്ല. എന്നാൽ നിന്നെ കൊണ്ട് കയറാൻ പറ്റും. നീ അകത്ത് കയറി എല്ലാവരോടും സത്യം പറ, ബാക്കിയുള്ളതൊക്കെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ആ ഡീമൻ റോസിന്റെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്തു. ഇതേ നേരം ക്രിസ്റ്റബെല്ല എങ്ങനെയൊക്കെയോ ആയി ഷാരോൺ ഉള്ള സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു. ഷാരോണിനെ ഇത്രയും നാൾ സംരക്ഷിച്ചത് മറ്റാരുമല്ല, ഷാരോണിനെ കാണാൻ അലസയെ പോലെ ഉള്ളത് കൊണ്ട് അത് തൻ്റെ മകൾ അലസ ആണെന്ന് കരുതി അലസയുടെ അമ്മയാണ് ഷാരോണിനെ സംരക്ഷിച്ചത്. ഇപ്പോൾ ക്രിസ്റ്റബെല്ല ഷാരോണിനെ പിടിച്ച് വാങ്ങാൻ ട്രൈ ചെയ്യുമ്പോൾ, ഇല്ല, ഞാൻ തരില്ല, കൊല്ലാനല്ലേ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞു നിന്നെങ്കിലും ക്രിസ്റ്റബെല്ല കാവൽക്കാരെ ഉപയോഗിച്ച് ഷാരോണിനെ പിടിച്ച് വാങ്ങി കൊണ്ടുപോവുകയും ചെയ്തു. ഇതേ നേരം പോലീസുകാരൻ ഹാരിയെ ചോദ്യം ചെയ്തു മറുപടിയും പറഞ്ഞ് ഒടുവിൽ വെറുതെ വിടുകയും ഹാരി വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതേ നേരം ചർച്ചിൽ ക്രിസ്റ്റബെല്ല അടുത്ത കൊടൂര ബലി ആരംഭിക്കാൻ പോവുകയാണ്. അതായത് പണ്ട് അലസയെ എങ്ങനെയാണോ തീയിട്ട് കനലിൽ ചുട്ടെടുത്തതോ അതേപോലെ അലസയുടെ മകളെ ഷാരോണിനെയും ചുട്ടെടുക്കാൻ കാര്യങ്ങൾ റെഡിയാക്കുകയാണ്. അന്നേരം അലസയുടെ അമ്മ അലറിക്കൊണ്ട്, ഏയ് ക്രിസ്റ്റബെല്ല, അവളെ ഒന്നും ചെയ്യല്ലേ, അവൾക്ക് പിശാച്ച് കയറിയിട്ടൊന്നുമില്ല, അവൾ മന്ത്രവാദിനിയൊന്നുമല്ല, ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് അലറിയെങ്കിലും ക്രിസ്റ്റബെല്ല അതൊന്നും മൈൻഡ് ചെയ്യുന്ന ലക്ഷണമില്ല. എടി, എനിക്കറിയാം ഇവൾ സാത്താനാണ്, ഇവളെ കൊല്ലണം, ഇല്ലെങ്കിൽ ഇവളിലൂടെ സാത്താൻ എല്ലാരെയും കൊല്ലും, ഇവളെ തീയിട്ട് ചുട്ടു കൊന്നാൽ മാത്രമേ എല്ലാവർക്കും നല്ലത് നടക്കൂ. അത് കേട്ട് ഷാരോൺ ഭയന്ന് വിറച്ച് പിടയുകയാണ്. പോലീസുകാരിയെ ആണെങ്കിൽ നേരത്തെ റോസിനെ സഹായിച്ചതിൻ്റെ കലിപ്പിൽ ഒരു വശത്ത് കെട്ടി നിർത്തിയിട്ടുണ്ട്. പോലീസുകാരി ഷാരോണിനെ നോക്കി, മോളെ, നീ വിഷമിക്കേണ്ട,
നിന്റെ അമ്മ നിന്നെ തേടി തീർച്ചയായും വരും, നീ ധൈര്യമായി ഇരിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ആരെവിടെ, ആദ്യം ഇവളെ തന്നെ തീയിട്ട് കൊല്ല് എന്ന് പറഞ്ഞതും പിന്നെ ഒന്നും നോക്കിയില്ല. പോലീസുകാരിയെ ഏണിയോടെ ചേർത്ത് ആ തീയിലിട്ട് ചുട്ട് കൊല്ലുകയും ചെയ്തു. അതിനുശേഷം എല്ലാവരും ശ്രദ്ധിക്ക്, ഇനി നമ്മൾ ഷാരോണിനെ ദൈവത്തിന് ബലി നൽകണം. അങ്ങനെ ചെയ്താൽ മാത്രമേ പുറം ലോകം കത്തി നശിച്ച പോലെ ഈ നാടും നശിച്ചു പോകാതെ നിലനിൽക്കൂ. കാരണം ഇവൾ സാത്താന്റെ കുഞ്ഞാണ്. അങ്ങനെ ഷാരോണിനെ തീയിലിടാൻ നോക്കുമ്പോൾ കൃത്യം അവിടേക്ക് റോസ് എത്തുകയാണ്. അത് കണ്ട് അവിടെ ഉള്ള എല്ലാവരും മന്ത്രവാദിനി വന്നു, ഇവളെ ആദ്യം കൊല്ലണം എന്ന് പറഞ്ഞ് റോസിനെ അടിക്കാൻ തുടങ്ങി. എന്നാൽ സകല ധൈര്യവും സംഭരിച്ച്, എന്ത് ഞാൻ മന്ത്രവാദിനി ആണെന്നോ, പുറം ലോകം നശിച്ചു പോയെന്നോ, അവിടെയുള്ള ജനങ്ങൾ ഒക്കെ നശിച്ച് ഇല്ലാതായി എന്നോ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പുറം ലോകത്ത് നിന്നാണ് ഈ ലോകത്തേക്ക് വന്നത്. അവിടെ എലിപ്പനി, ഡെങ്കിപ്പനി, പന്നിപ്പനി, അവസാനം കോഴിപ്പനി വന്നല്ലാതെ ആരും മരിച്ചു പോയിട്ടില്ല. എല്ലാവരും സുഖമായി കഴിയുന്നുണ്ട്. നിങ്ങളോടൊക്കെ കള്ളം പറഞ്ഞാണ് ക്രിസ്റ്റബെല്ല ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പണ്ട് കള്ളം പറഞ്ഞ് അലസയെ ബലി കൊടുക്കാൻ ശ്രമിച്ചതുപോലെ ഇപ്പോൾ എൻ്റെ മകളെയും ബലി കൊടുക്കാൻ നോക്കുകയാ എന്നൊക്കെ റോസ് പറഞ്ഞെങ്കിലും അവിടെയുള്ളവരാരും തന്നെ അത് വിശ്വസിക്കാതെ റോസിനെ ഒരൊറ്റ അടി. ഇവൾ നമ്മളെ തെറ്റിക്കാൻ നോക്കുകയാ, ആദ്യം ഇവളെ തന്നെ കത്തിക്കണം എന്ന് ക്രിസ്റ്റബെല്ല പറയുമ്പോൾ റോസ് വീണ്ടും എഴുന്നേറ്റ് നിന്ന്, നീ ആദരിക്കുന്ന ദൈവം ഈ ലോകത്ത് തന്നെ ഇല്ല എന്ന് പറഞ്ഞതും പിന്നെ ഒന്നും നോക്കിയില്ല. കത്തിയെടുത്ത് റോസിന്റെ നെഞ്ചിലേക്ക് ഒരൊറ്റ കുത്തേറ്റ് നിലത്ത് വീണ റോസിനെ കണ്ട് ഷാരോൺ അലറി കരയാൻ തുടങ്ങി. എന്നാൽ കളി മാറുകയാണ്. എന്തെന്നാൽ റോസിന്റെ ശരീരത്തിലേക്ക് പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഡീമൻ കയറിയിരുന്നില്ലേ. അതിനാൽ ഇപ്പോൾ റോസിന്റെ ശരീരത്തിലുള്ള ഡീമന്റെയും റോസിന്റെയും രക്തം നിലത്ത് വീഴുമ്പോൾ അത് കറുത്ത് വന്ന് ആ സ്ഥലം ഇപ്പോൾ ഡീമന്റെ കൺട്രോളിലേക്ക് മാറുകയും ചെയ്തു. അതോടെ റോസിന് കുത്തേറ്റ മുറിവും മാറി നിൽക്കുകയും അന്നേരം പല വർഷങ്ങളായി അലസ പാതാളത്തിൽ ക്രിസ്റ്റബെല്ലയെ തീർക്കാനായി പകയുമായി കാത്തുനിന്ന അലസ ഇപ്പോൾ അതേ കട്ടിൽ അടക്കം ഈ ലോകത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഇതോടെ എൻ്റെ ജോലി കഴിഞ്ഞു, ഇനിയെല്ലാം നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് റോസ് അവിടുന്ന് ഓടി മാറി നിൽക്കുകയാണ്. അങ്ങനെ അലസയുടെ കട്ടിലിൽ നിന്നും മുൾക്കമ്പികൾ പറന്നു വന്ന് ക്രിസ്റ്റബെല്ലയെ പിടികൂടി ചുരുട്ടി ക്രിസ്റ്റബെല്ലയോടും ഈ ചർച്ചിലുള്ളവരോടുമുള്ള അലസയുടെ പക തീർക്കുകയാണ്. ക്രിസ്റ്റബെല്ല മാത്രമല്ലല്ലോ, ചർച്ചിലുള്ള എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തിരുന്നില്ലേ. അതിനാൽ ക്രിസ്റ്റബെല്ലയെയും അവിടെയുള്ള എല്ലാവരെയും മുൾക്കമ്പി പിടിച്ച് ചുറ്റി വലിഞ്ഞ് കൊടൂരപ്പെടുത്താൻ തുടങ്ങി. അതിൽ പ്രധാന കാരണം ക്രിസ്റ്റബെല്ല അല്ലേ. അവളുടെ കൈയും കാലും ഒക്കെ ഇരുമ്പ് കമ്പി കൊണ്ട് ചുറ്റി കൂർത്ത മുൾക്കമ്പി അവളുടെ ശരീരത്തിലേക്ക് ആഞ്ഞു കൊത്തി കീറി ഓട്ടയാക്കി കൊടൂരമായി വേദനിപ്പിച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം അലസയുടെ രൂപത്തിലുള്ള ഡീമൻ നേരെ ഷാരോണിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കണ്ണിലേക്ക് തന്നെ കുറുകുറു എന്ന് നോക്കി നിൽക്കവേ, മോളെ കണ്ണിലേക്ക് നോക്കല്ലേ എന്ന് റോസ് വന്ന് പറഞ്ഞതും ഷാരോൺ കണ്ണടക്കുകയും ഒടുവിൽ ഡീമനും മറ്റ് അവശിഷ്ടങ്ങളും ഒക്കെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥലം പഴയതുപോലെയായി മാറി. എന്നാൽ ഇത്രയും സംഭവിച്ചിട്ട് ജീവൻ തിരിച്ചു കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ അലസയുടെ അമ്മയ്ക്ക് മാത്രമാണ്. അന്നേരം റോസും ഷാരോണും പോകുമ്പോൾ അലസയുടെ അമ്മ ചോദിക്കുന്നു, എല്ലാരെയും എൻ്റെ മകൾ കൊന്ന് പകവീട്ടി, എന്നാൽ എന്നെ മാത്രം എന്തേ വെറുതെ വിട്ടത്? അത് കേട്ട്, എന്തെന്നാൽ നിങ്ങൾ അലസയുടെ അമ്മയാണ്. പൊതുവെ എല്ലാ ജീവജാലകങ്ങൾക്കും ഇടയിൽ അമ്മ എന്നത് ദൈവമാണ്. അതിനേക്കാൾ വലിയ ദൈവം ആരും തന്നെയില്ല. അതിനാലാണ് നിങ്ങളുടെ മകൾ നിങ്ങളെ ഒന്നും ചെയ്യാത്തത് എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട റോസും ഷാരോണും കാറിൽ കയറി തിരിച്ച് വീട് ലക്ഷ്യമാക്കി പോവാൻ തുടങ്ങി. എന്നാൽ മുൻപിൽ വഴി പൊട്ടിക്കിടന്ന് വലിയ കുഴിയായിട്ടുണ്ടെങ്കിലും റോസ് പോകുമ്പോൾ ആ വഴിയൊക്കെ മാറി സാധാരണ റോഡായി മാറുകയും ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ തൻ്റെ ഹസ്ബൻഡിനെ ഹാരിയെ കോൾ ചെയ്തെങ്കിലും കണക്റ്റ് ആയില്ല. അതിനാൽ വോയിസ് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഏയ് മനുഷ്യ, മകളെ കിട്ടി, ഞാൻ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് വോയിസ് അയക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഹാരി ആണെങ്കിൽ ഫോൺ എടുത്ത് വോയിസ് കേട്ടെങ്കിലും ഒരുമാതിരി സ്റ്റക്കായ പോലെയാണ് കേട്ടത്, ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ഇതേ നേരം റോസും ഷാരോണും തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും നോക്കിയാൽ ഹാരി സോഫയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അത് ഒരു ആശ്വാസത്തോടെ റോസ് നോക്കി നിൽക്കെ ഷാരോൺ എവിടേക്കോ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഹാരി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ആ വീട്ടിൽ ആരെയും കാണാനില്ല. എന്നാൽ വീട്ടിലേക്ക് ആരോ വന്നിട്ട് പോയതുപോലൊരു ഫീല് അടിക്കുകയാണ്. അതിനാൽ പുറത്ത് ഇറങ്ങി നിന്ന് റോസിനെയും ഷാരോണിൻ്റെയും പേര് വിളിച്ച് അലറുകയാണ്. എന്നാൽ ആരിൽ നിന്നും ഒരു റെസ്പോൺസും വന്നില്ല. അതിനർത്ഥം യഥാർത്ഥത്തിൽ ഇവർ രണ്ട് ലോകത്താണുള്ളത്. ഹാരി മനുഷ്യലോകത്തും റോസും ഷാരോണും പ്രേതലോകത്തും. രണ്ടുപേരും ഇതുവരെയായിട്ട് മനുഷ്യലോകത്ത് എത്തിയിട്ടില്ല, എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം എന്തായിരിക്കും? അലസയുടെ പക ഇനിയും അവസാനിച്ചിട്ടില്ലേ എന്നൊക്കെ സംശയങ്ങൾ ബാക്കി നിർത്തി ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.